നമസ്കാരം. 17-ാം വയസ്സിൽ വിവാഹം ഉറപ്പിക്കൽ, 19-ൽ വിവാഹം, 11 വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ മരണം. ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശിനി അതുല്യ എന്ന 30-കാരിക്ക് ജീവിതത്തിൽ സ്വസ്ഥതയും സന്തോഷവും ഉണ്ടായിട്ടേ ഇല്ലെന്ന് പറയും അതുല്യയെ അടുത്തറിയുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും. ആരെയും കാണാനോ ആരോടും സംസാരിക്കാനോ അനുവദിക്കാതെ മദ്യപിച്ചെത്തി ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഭർത്താവ് സതീഷ് ശങ്കറിനെ കുറിച്ച് മാതാപിതാക്കൾക്കും സഹോദരിക്കും സുഹൃത്തുക്കൾക്കും അതുല്യ പലപ്പോഴേ അയച്ച ദൃശ്യങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒടുവിൽ ഒരു ജോലി കിട്ടി, അതിന്റെ സന്തോഷത്തിൽ പിറന്നാൾ ആഘോഷവും കഴിഞ്ഞ രാത്രിയിലാണ് അതുല്യ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. അതുല്യയെ അറിയുന്നവർ പറയുന്നു അവൾ അത് ചെയ്യില്ല. എങ്കിൽ പിന്നെ അതുല്യ മരിച്ചതെങ്ങനെ? എൻകൗണ്ടർ തുടങ്ങുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ഷാർജയിൽ തന്നെ വിഭജിക്കുകയും മകൾ വൈഭവിയും നമ്മളെ വിട്ടുപിരിഞ്ഞതിന്റെ വേദന മലയാളി പൊതുസമൂഹത്തിന് മാറുന്നതിന് മുൻപാണ് അതുല്യയുടെ മരണത്തിന്റെ വാർത്ത കൂടി നമുക്ക് നൽകേണ്ടി വരുന്നത്. ഇത് വേദനിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ഞങ്ങൾ പലപ്പോഴായി അവരോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ വേദനയുടെ നടുവിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കാൻ തയ്യാറാകുന്നത്. എന്നിട്ടും ചോദ്യങ്ങളുമായി അവരുടെ അടുത്തേക്ക് പോകേണ്ടി വരുന്നത് ഇതിൽ അതുല്യയ്ക്ക് നീതി ഉറപ്പാക്കണം എന്ന നിർബന്ധം ഞങ്ങൾക്ക് കൂടി ഉള്ളതുകൊണ്ടാണ്. തുളസി ഭായ്, അതുല്യയുടെ അമ്മ, അതുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉണ്ട്. എൻകൗണ്ടറിൽ ആന്റണി, അതുല്യയുടെ അയൽവാസിയായ ആന്റണി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. റിട്ടയർഡ് SP ശ്രീ സുഭാഷ് ബാബു ഉണ്ട്. ഒപ്പം തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ സിജി രവീന്ദ്രൻ ചേരുന്നുണ്ട് ദുബായിൽ നിന്ന്. അഭിഭാഷക അഡ്വക്കേറ്റ് TB മിനി നമ്മളോടൊപ്പം ഉണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. അമ്മയോടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. ശ്രീമതി തുളസി ഭായ്, അമ്മ നേരത്തെ പറഞ്ഞത് കേട്ടു, ഒരിക്കലും അതുല്യ ഇങ്ങനെ ചെയ്യില്ല. അതുല്യ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും എനിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു ഉത്തരവാദി ഭർത്താവ് സതീഷ് ആയിരിക്കുമെന്ന്. അമ്മ അങ്ങനെയാണോ വിശ്വസിക്കുന്നത്? കാരണം എൻ്റെ മോള് പലവട്ടം എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അഥവാ മരിക്കുവാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി അയാളല്ല, കൊന്നതാണ് അമ്മ വിചാരിച്ചോണം എൻ്റെ പൊടിവാടോടും പറഞ്ഞു. അമ്മയെ എന്നാണ് അവസാനമായി അതുല്യ കണ്ടത്, നേരിട്ട് കണ്ടത്? നേരിട്ട് കണ്ടത് എൻ്റെ മോള് 3 മാസം ഇവിടെ വന്ന് നിന്നായിരുന്നു. അങ്ങനെ വന്ന് നിന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ പൊടിമോളും അവളിവിടെ തലേന്നും പിറ്റേന്നുമായിട്ടാണ് ഗൾഫിൽ പോയത്. 2 മാസം എൻ്റെ ഇളയ മോടെ വീട്ടിലാണ് നിന്നത്, ഫ്ലാറ്റിലാണ് നിന്നത്. എൻ്റെ മോടെ താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ ഒരു ദിവസമേ പോയിട്ടു, അവിടെ തങ്ങിയിട്ടില്ല. തങ്ങാൻ അവൻ്റെ സ്വഭാവം നമുക്ക് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു തവണ മാത്രമേ വീട് കാണാൻ പോയിട്ടുള്ളൂ. ഇപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ ഇളയ മോടെ വീടിൻ്റെ കുറച്ച് ദൂര ഭാഗത്താണ് ഇപ്പം താമസം. ദുബൈയിൽ നിന്ന് വന്നു. അമ്മയെ നേരിട്ട് കണ്ട് അമ്മയോടൊപ്പം നിന്നിരുന്ന നാളുകളുണ്ടല്ലോ, ആ സമയത്ത് അതുല്യ അമ്മയോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് അവിടുത്തെ ജീവിതത്തെക്കുറിച്ച്? അവൾ എല്ലാ ദിവസവും എന്നെ വീഡിയോ കോളിൽ വിളിക്കുമായിരുന്നു. ഇവിടെ നാട്ടിൽ നിൽക്കുമ്പോഴും അവിടെ ഇളയ മോടെ വീട്ടിൽ നിൽക്കുമ്പോഴും വീഡിയോ കോളിൽ വിളിക്കുമായിരുന്നു. അന്ന് ദുബായിൽ നിന്നതുകൊണ്ട് ഈ ഷാർജയിൽ ഞാനും എൻ്റെ ഇളയ മോളും നിന്നത്. അപ്പം വീഡിയോ കോളിൽ ദിവസേന ഞങ്ങളെ വിളിക്കുമായിരുന്നു. അമ്മ അവിടെ എന്തോ വെച്ച് കഴിച്ചെന്നൊക്കെ കുശലം അന്വേഷിക്കാൻ വിളിക്കും. ചില സമയങ്ങളിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും. അപ്പോൾ അവളിങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. വഴക്കിടുന്ന ദിവസം എൻ്റെ മോള് ഉപദ്രവിക്കാൻ അടയാളങ്ങളൊക്കെ വീഡിയോ കോളിൽ കാണിക്കുമായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ പറയും, എന്തിനാ ഇങ്ങനെ സഹിച്ച് ജീവിക്കുന്നത്, വേണ്ടാന്നുണ്ടെങ്കിൽ ബന്ധം ഒഴിഞ്ഞു കളാ, നിനക്കൊരു പെൺകുഞ്ഞല്ലേ ഉള്ളൂ, ഇനി ആയാലും നിനക്ക് പ്രായമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, 2ാം കെട്ടുകാരെയൊക്കെ കിട്ടും, നല്ല ആൺപിള്ളേരെ ഇന്നത്തെ കാലത്ത് കിട്ടുമെന്നൊക്കെ നമ്മൾ അവളെ സമാധാനിപ്പിക്കും. അതുകൊണ്ട് അവൻ്റെ കൂടെയുള്ള ജീവിതം ഇനി ശാശ്വതമാകത്തില്ല. എന്തിനാ ഈ ഉപദ്രവം സഹിച്ച് എൻ്റെ മോള് കിടക്കുന്നത്? ഒരു പെൺപിള്ളേർ 21-ാം നൂറ്റാണ്ടിൽ വിളിച്ച് ഇങ്ങനെ അടിമയെ പോലെ ജോലി ചെയ്ത്
കിടക്കത്തില്ലെന്ന് ഞാൻ പലവട്ടവും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ മോള് പറയും, എൻ്റെ പൊടിമോള് ഇങ്ങനെ ഇംഗ്ലീഷ് മീഡിയം ശ്രീബുദ്ധയല്ല പഠിക്കുന്ന കരുനാഗപ്പള്ളി. അന്നേരം പറയാം, അമ്മേ ഞാൻ പിണങ്ങി വന്നേല്ല, എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തം പോകും. അപ്പോൾ ആ 10,000 രൂപയ്ക്ക് വേണ്ടിയാണ് ഞാൻ എല്ലാ ത്യാഗവും സഹിച്ചവിടെ എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തത്തിന് വേണ്ടിയാണ്. അതന്നേരം എൻ്റെ കുഞ്ഞിനെ അയച്ചു തരുമല്ലോ പഠിത്ത ആവശ്യങ്ങൾക്ക്, അതിനു വേണ്ടിയാണ് ഞാൻ സഹിച്ച് കിടക്കുന്നതെന്ന് പറയുമായിരുന്നു. അമ്മ ഈ പിന്നെ ഇപ്പോൾ ഈ അതുല്യക്ക് ഒരു ജോലി കിട്ടിയിരുന്നല്ലോ, ആ സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ ജോലി കിട്ടിയ ശേഷം ജോലിക്ക് പോകാൻ വേണ്ടി നിന്നതാണ് ഈ ശനിയാഴ്ച. ആ സമയത്ത് അമ്മയോട് സംസാരിച്ചിരുന്നു അതുല്യ? പിന്നെ അന്ന് ഉച്ചയ്ക്ക് ജോലിക്ക് പോകുന്നതിൻ്റെ തലേന്ന് എന്നെ വിളിച്ചായിരുന്നു. കാരണം വിളിച്ചെന്ന് പറയുന്നത് ഇളയ മോടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി അവൾ വിളിച്ച്. അപ്പം ഞാനാദ്യം അങ്ങോട്ടാണ് വിളിച്ചത്. കുശലം അന്വേഷിക്കുക, ഇവനിങ്ങനെയുള്ള ഒരു പ്രകൃതമായതുകൊണ്ട് എപ്പോഴും ഞാൻ വിളിച്ച് ചോദിക്കുക എങ്ങനെയുണ്ട്, ഇന്ന് വഴക്കുമല്ലോ നടന്നു. അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞ് അവൻ ജോലിക്ക് പോയി. അപ്പം ഞാൻ അഖിലയുടെ അടുത്തോട്ട് പോവുക. അപ്പോൾ ഡ്രസ്സ് അവിടെ കയ്യിൽ നിന്ന് അവിടെ ഇടാൻ, ജോലിക്ക് ഇടാനുള്ള ഡ്രസ്സ് വാങ്ങാനായിട്ട് പോയതാണ്. കാരണം ആ കൊച്ച് 2 മാസം ജോലി ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ സ്യൂട്ടും കോട്ടും ഒക്കെ ഉണ്ട്. അന്നേരം വിലയ്ക്ക് മേടിക്കണ്ടല്ലോ, അതിപ്പം പോകുന്നില്ല ജോലിക്ക്. അപ്പോൾ അത് കൊടുക്കാൻ നീ മേടിക്കാൻ വരാൻ പറഞ്ഞ അനിയത്തി കൊച്ച്. അത് മേടിക്കാനായിട്ട് അതിൻ്റെ വീട്ടിൽ പോയതാണ്. അത് പോകുന്നതിന് ഒരു നമ്മുടെ ഇവിടുത്തെ ഒരു 10, 11, 11:30 ആയപ്പം എന്നെ വിളിച്ച്. അങ്ങനെ അരമണിക്കൂർ സംസാരിച്ച്. 12 മണി വരെ സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു, അമ്മ ഞാൻ കുളിക്കാൻ പോവുക, ഞാൻ കുളിക്കട്ടെ, പിന്നെ ഞാൻ അങ്ങോട്ട് പോവുക, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. എന്നെ പോയി മോള് കുളിയെന്ന് പറഞ്ഞ് ഒരു അനിയത്തിയുടെ വീട്ടിൽ പോയി. പിന്നെ അനിയത്തിയുടെ വീട്ടിൽ പോയി നിന്നിട്ട് ഞാൻ വീണ്ടും ഫോൺ വിളിച്ച് ഇളയ മോൾക്ക്, അതുല്യ വന്നിട്ടുണ്ടോ എന്നറിയാം. അന്നേരം അവൻ പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇളയ മരുമോനന്ന് ലീവ് എടുത്ത്, അവന് പനിയായിരുന്നു, അതുകൊണ്ട് സിക്ക് ലീവ് എടുത്ത് വീട്ടിൽ നിന്നേരും. അപ്പോൾ ഇവർ 3 പേരുടെ വർത്തമാനം പറഞ്ഞാൽ, അപ്പോൾ ഇളയ മോള് ബിരിയാണി ഉണ്ടാക്കി കൊടുത്ത് അതും കഴിച്ച്, പഴുത്ത പഴം അല്ല മാങ്ങ പൂളിക്കൊടുത്തു എന്നൊക്കെ എൻ്റെ ഇളയ മോള് പറഞ്ഞു. അന്നേരം ചോദിക്കുകയും ചെയ്ത്, മോളെ അവൾക്ക് വല്ലതും കൊടുത്തു? അന്നേരം പറഞ്ഞ, അമ്മയെ സോസേജ് ഇട്ട് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു, പഴുത്ത മാങ്ങയൊക്കെ ചെത്തി പൂളി കൊടുത്തെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ തമാശയൊക്കെ പറഞ്ഞു, ഭയങ്കര ഹാപ്പിയായിട്ട് കളി തമാശകളൊക്കെ പറഞ്ഞ് എൻ്റെ ഇളയ മോടെ 6ൽ പഠിച്ച സ്കൂളിൽ പഠിച്ച ഫോട്ടോ ഒക്കെ എടുത്ത് ഇളയ മരുമോനെ കാണിച്ച് കളിയാക്കി ചിരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് ഞാൻ വീഡിയോ കോളിൽ കേൾക്കുകയും ചെയ്തു. അത്രയും സന്തോഷത്തിൽ നിന്ന ഒരു കുഞ്ഞ് ഒരിക്കലും എൻ്റെ കുഞ്ഞിങ്ങനെ ആത്മഹത്യ ചെയ്യത്തില്ലെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. അതായത് അമ്മ പറയുന്നത് അതുല്യ എൻ്റെ കൂടെ പിറ്റേന്ന് എൻ്റെ മോടെ ബർത്ത്ഡേ ആയിരുന്നു. അമ്മ പറഞ്ഞോളൂ. പിറ്റേന്ന് ജൂലൈ 19 എൻ്റെ മോടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം രാത്രി ഇവിടുന്ന് ഇളയ മോടെ വീട്ടിൽ നിന്ന് 11 മണിക്ക് അവൻ വിളിച്ചുകൊണ്ട് പോയെന്നും പറഞ്ഞു. അതുവരെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ബർത്ത്ഡേയുടെ സ്റ്റാറ്റസ് എങ്ങാണ്ട് രാത്രിയിൽ എങ്ങാണ്ട് 12 മണിക്ക് എങ്ങാണ്ട് ഇട്ടെന്ന് പറയുന്നു. പിന്നെ ഞാൻ ആ സ്റ്റാറ്റസൊക്കെ എൻ്റെ മോടെ ഇത് ഇങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ഈ സ്റ്റാറ്റസൊക്കെ കാണുന്നത്. അപ്പോൾ അതിൽ ആ ഫോട്ടോയിൽ നല്ല ഹാപ്പിയായിട്ട് സന്തോഷിച്ച് കുഞ്ഞ് നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്. അമ്മ പറയുന്നത് ഒരിക്കലും അതുല്യ ഇങ്ങനെ ചെയ്യില്ല അല്ലേ? അമ്മ അതാണ് വിശ്വസിക്കുന്നത്. അതുല്യ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. പ്രത്യേകിച്ച് അന്നത്തെ ദിവസം വലിയ സന്തോഷത്തിലായിരുന്നു. ഇങ്ങനെയൊന്നും ചെയ്യുന്ന അമ്മ പറഞ്ഞു. ഒരിക്കലും എൻ്റെ മോള് ചെയ്യത്തില്ല. കാരണം എൻ്റെ അടുത്ത് പലതവണ ഞാൻ ഇങ്ങനെ ബന്ധം ഒഴിഞ്ഞിട്ട് വാ, ഈ ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ മോള് ബന്ധം ഒഴിഞ്ഞിട്ട് വരാൻ ഞാൻ പലവട്ടവും പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ വീടും വേണ്ട, വസ്തുവും വേണ്ട, എന്തോ കാര്യത്തിന് അവൻ്റെ 15 സെൻറ്റ് മോഹിച്ച് ഇത്രയും ത്യാഗം സഹിക്കുന്നതിന് ഞാൻ പല ആവർത്തി പറഞ്ഞ മോളെ വാ, നാട്ടിൽ വാ, നാട്ടിൽ വാ, കയറി വാന്ന്. അപ്പോഴൊക്കെ അവൻ്റെ വിസയിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരാൻ പറ്റത്തില്ലായിരിക്കും, എന്തോ എനിക്കറിയാൻ വയ്യ. നമ്മൾ പറഞ്ഞിട്ടുള്ളപ്പോൾ അതിൻ്റെ 2 ദിവസം കഴിയുമ്പോൾ അവർ വീണ്ടും
രമ്യതയിലാവും. അപ്പം രമ്യതയിലാവുന്നവൻ്റെ പിറ്റേന്ന് ഭയങ്കരമായിട്ട് സ്നേഹപ്രകടനം നടത്തിയുള്ള ഫോട്ടോ ഇടുന്നതാണ് അവൻ രണ്ടുപേരും കൂടെ നിന്നുകൊണ്ടൊക്കെ. അപ്പം ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളും വിചാരിച്ച് കുഴപ്പമില്ലായിരിക്കും. അമ്മേ, ഞങ്ങൾ ഈ സതീശൻ്റെ, അതായത് ഈ സതീശൻ്റെ വീട്ടുകാരോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് മകനുമായിട്ട് ഒരു ബന്ധവുമില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എന്നാണ്. നിങ്ങൾ ആരെങ്കിലും, ഇപ്പോൾ അമ്മയോ അല്ലെങ്കിൽ അതുല്യയുടെ അച്ഛനോ ആരെങ്കിലും ഈ സതീശൻ്റെ അച്ഛനും അമ്മയുമായൊക്കെ സംസാരിക്കരുത്? കാരണം ഇടയ്ക്ക് ഒരിക്കൽ വലിയ വഴക്കൊക്കെ ഉണ്ടാവുകയും പിന്നീട് അത് കോടതിയിൽ പോവുകയും കേസാവുകയൊക്കെ ചെയ്തല്ലോ. ഏതെങ്കിലും ഒരു സമയത്ത് ഈ സതീശൻ്റെ വീട്ടുകാരുമായിട്ട് നിങ്ങൾ സംസാരിച്ചിരുന്നു? എന്താണ് അയാളുടെ പ്രശ്നം എന്ന് നിങ്ങൾ അവരോട് സംസാരിക്കുകയും ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഈ 11 വർഷത്തിനിടെ? സതീഷിൻ്റെ ഇപ്പോൾ ഒരു 3-4 വർഷം കൊണ്ട് എൻ്റെ ഇളയ മോടെ കല്യാണം കഴിഞ്ഞിടം തൊട്ടേ അവരുമായിട്ട് ഞങ്ങൾ സംസാരിക്കാറില്ല. കാരണം എൻ്റെ ഇളയ മോടെ നിശ്ചയം ചെന്ന് ഞങ്ങൾ വിളിച്ചായിരുന്നു. എൻ്റെ മൂത്ത മോളും ഇളയ മോളും അവരുടെ അച്ഛനും ഞാനും ഇപ്പം ചെന്ന് നിശ്ചയം വിളിച്ച് അത് കഴിഞ്ഞ് കല്യാണം അവരുടെ മോനും ഞങ്ങളെല്ലാവരും കൂടെ പോയാ കല്യാണം വിളിച്ചത്. അപ്പോൾ അവർ നിശ്ചയത്തിനും വന്നില്ല, കല്യാണത്തിനും വന്നില്ല. അതവർ വരാത്തത് കൊണ്ട് പിന്നെ തൊട്ട് ഞങ്ങൾ അവരുമായിട്ട് ഒരു സഹകരണത്തിനും പോയിട്ടില്ല. ശരി അമ്മ, ഈ അതുല്യ ഏത് സമയത്താണ് സതീഷ് ഉപദ്രവിക്കാറുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതായത് കള്ളു കുടിച്ച് വന്നിട്ടാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംശയം തോന്നുന്ന സമയത്താണ്? എപ്പോഴാണ് അതുല്യ ഇങ്ങനെ ഉപദ്രവിക്കാറുള്ളത്? അതിനെക്കുറിച്ച് അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ? അവൻ ജോലിക്ക് പോകുന്ന സമയത്ത് കുടിക്കാൻ പറ്റത്തില്ല. അവിടെ പഞ്ച് അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. അപ്പോൾ അതവിടെ മദ്യം കുടിച്ച് കഴിഞ്ഞാൽ അതറിയാൻ പറ്റുമല്ലോ. ആ സമയത്ത് അവൻ കുടിക്കത്തില്ല. ജോലിയും കഴിഞ്ഞ് വീട്ടിൽ തിരിച്ച് വന്നിട്ട് കുളിച്ചിട്ട് അവൻ മദ്യക്കുപ്പി സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അത് 3000-4000 രൂപ വിലയുള്ള കുപ്പികളൊക്കെയാണ് അവൻ മേടിച്ച് കുടിക്കുന്നത്. അത് സാധാ കുടിയല്ല. അവൻ ഇതാവുന്നിടം ലെക്ക് കിടന്നിടം വരെ അവൻ കുടിക്കും. ഇച്ചിരി ഇമ്മിണിയൊന്നുമല്ല കുടിക്കുന്നത്. അത് വീഡിയോ കോളിലൊക്കെ നമ്മൾ ഈ കൊച്ച് വീഡിയോ കോൾ ഉപദ്രവിക്കുന്ന ദിവസം വീഡിയോ കോൾ പിടിക്കും. അത് ഞങ്ങളെ കാണിക്കും അവൻ്റെ അഭിനയങ്ങളൊക്കെ. അപ്പോൾ നമ്മളിത് മുറയ്ക്കും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഈ ഉപദ്രവിക്കുന്ന സമയങ്ങളിലും നമ്മളെ വീഡിയോ കോളിൽ വിളിച്ച് കാണിക്കും അടയാളങ്ങളൊക്കെ. അപ്പം നമുക്കറിയാം നമ്മുടെ മോൾ ഒരിക്കലും ഇത് സ്വയം ചെയ്യത്തില്ല. അമ്മ, ഇത്രയൊക്കെ ഉപദ്രവം അതുല്യക്ക് ഉണ്ടായ സ്ഥിതിക്ക് അമ്മയോ അല്ലെങ്കിൽ അതുല്യയുടെ അച്ഛനോ ഈ സതീഷിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ? പിന്നെ പലവട്ടം സംസാരിച്ച് കേസ് വരെ കൊടുത്തില്ലേ ബന്ധവഴിയെ. എൻ്റെ മോടെ കൊച്ചിൻ്റെ 1.5 വയസ്സിൽ ഇതേപോലെ പിണങ്ങി ഞങ്ങൾ കേസ് കൊടുത്ത് അതിന് ചിലവിനൊന്നും അയച്ചു കൊടുക്കാതെ 6 മാസം ഇവിടെ നിന്ന്. അപ്പം കുഞ്ഞിന് ചിലവിനും കൊടുക്കത്തില്ല, അവക്കും കൊടുക്കത്തില്ല. അങ്ങനെ ഈ ബന്ധം വേണ്ട, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് എൻ്റെ മോള് തന്നെ പറഞ്ഞത്. അങ്ങനെ എന്നെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് അവരുടെ അച്ഛനൊന്നും നാട്ടിലില്ല, സൗദിയിലാണ്. അങ്ങനെ ഞങ്ങൾ കേസ് കൊടുത്ത് നമ്മൾ കോടതി മുഖേനയാണ് കേസ് കൊടുത്തത്, അല്ല സ്റ്റേഷനിലല്ല. അങ്ങനെ കേസിന് നമ്മൾ 25,000 രൂപ അവിടെ വക്കീലന്മാർക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആദ്യത്തെ കൗൺസിലിങ് കഴിഞ്ഞ് 2ാമത്തെ കൗൺസിലിങ്ങിന് ഞാൻ പോയില്ല. എനിക്ക് ഇതേപോലെ നമ്മുടെ വീടിൻ്റെ അടുത്ത അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പോൾ എൻ്റെ ബന്ധുക്കളൊക്കെ ഉത്സവത്തിന് വിളിച്ച് വരുമെന്നായപ്പോൾ നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരുക്കാൻ വേണ്ടി ഞാൻ അന്ന് കൗൺസിലിങ്ങിന് പോയില്ല. എൻ്റെ മോളേക്കാൾ ഇളയ ഒരു കൊച്ച്, അവളേക്കാൾ ഇളയ കൊച്ചാണ്, അതിനെയും കൂട്ടി അന്ന് വിട്ടു. പക്ഷേ അന്ന് ഞാൻ പോകാത്തത് കൊണ്ട് ഇവൻ ആ കൊച്ചിനെ ബ്രെയിൻ വാഷ് ചെയ്ത് കാലേ വീണ് കരഞ്ഞ് ഇനി ഒരു കുഴപ്പവും വരത്തില്ല, മോളെ അടിക്കത്തില്ല, എനിക്ക് നിന്നെ വേണം, പിരിയാൻ പറ്റത്തില്ല, ഒരിക്കലും ഞാൻ നിന്നെ ബന്ധം പിരിയത്തില്ല, അഥവാ എൻ്റെ ബന്ധം പിരിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും, എന്നിട്ട് ഞാനും ചാവും എന്നൊക്കെ കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ കൗൺസിലർമാർ ഇവരെ രണ്ടുപേരെയും കൂടെ സോൾവ് ആക്കാൻ വേണ്ടി ബ്രെയിൻ വാഷ് ചെയ്ത് അങ്ങനെ ഞാനറിയാതെ ഒപ്പിട്ടിട്ട് വന്നു ഇവിടെ. അപ്പം നമ്മളറിയുന്നില്ല ഇവർ കൗൺസിലിങ്ങിന് ഒപ്പിട്ടു തിരിച്ച് വന്നെന്നുള്ളത്. 3ാമത്തെ കൗൺസിലിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. 3ാമത്തെ കൗൺസിലിങ്ങിന് ഞാൻ പോയി. അപ്പം ഞാൻ ചെന്നപ്പോൾ നമ്മുടെ വക്കീൽ പറഞ്ഞ്
അതുല്യ അമ്മയും അതുല്യ അവർ രണ്ടുപേരും കൂടെ ഒപ്പിട്ട്, അതുകൊണ്ട് ഇനി നമ്മൾ കേസ് ഇതാക്കുന്നില്ല. പിന്നെ അന്നേരം ഞാൻ പറഞ്ഞു അതങ്ങനെ ഞാൻ സമ്മതം മൂളിയിട്ടില്ലല്ലോ. അന്നേരം പറഞ്ഞു അത് അവർ രണ്ടുപേരും ഒപ്പിട്ട്, അതുകൊണ്ട് ഇനി അത് നമുക്ക് കേസ് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ അന്നത്തെ ദിവസം ഞാൻ സങ്കടപ്പെട്ടാണ് വന്നത്. അന്ന് രാത്രി എവനെങ്ങാണ്ട് അവിടെ വെച്ചെങ്ങാനും പറഞ്ഞതായിരിക്കും, വിളിക്കാൻ വരും, അവന് 30,000 രൂപ കൊടുത്തൊരു ഫ്ലാറ്റ് എങ്ങാണ്ട് കരുനാഗപ്പള്ളിയിലെടുത്ത്. അങ്ങനെ പാതിരാത്രിക്ക് ഒരു 5-6 കൂട്ടുകാരുമായിട്ട് നമ്മൾ ഉറങ്ങിക്കിടന്നപ്പോൾ അപ്പം എൻ്റെ കുടുംബ വീട്ടിൽ, ഭർത്താവിൻ്റെ കുടുംബ വീട്ടിൽ കൊച്ചുങ്ങൾ പോവും. അപ്പം കുഞ്ഞമ്മയായിട്ട് നല്ല ഒരു ഞങ്ങൾ കൂട്ടുകാരെ പോലെ എല്ലാ കാര്യവും ഇവൾ ഇന്ന് അവിടെ പറയും അനിയൻ്റെ ഭാര്യയോടെ. അന്നേരം കണ്ട അനിയത്തിയോട് പറഞ്ഞ് ഇതേപോലെ കുഞ്ഞമ്മേ ഞാൻ പോവും, അവിടെ ഫ്ലാറ്റ് എടുത്തിട്ടേന്ന് അമ്മയുടെ കൂടെ പറയരുതേന്ന്. അപ്പം എൻ്റെ ഇളയ മോൾ അവിടെ ചെന്നപ്പോൾ അനിയത്തി പറഞ്ഞു, എടീ നിൻ്റെ അമ്മയുടെ കൂടെ ഒന്ന് പറഞ്ഞേരെ ഇവളെ ഒന്ന് സൂക്ഷിക്കണേന്ന്, ഇവിടെ ഇങ്ങനെ പോകാനായിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ അവൻ്റെ ഈ ക്രൂര പീഡനം കൊണ്ട് നമുക്ക് വേണ്ടാന്ന്, ഒരിക്കലും ഇനി വേണ്ടാന്നുള്ളത് തീരുമാനം എടുത്തത്. പക്ഷേ വീണ്ടും അതുല്യ അതിൽ മാറി അല്ലേ? കതക് പൂട്ടി മാറി. അങ്ങനെ പാതിരാത്രിക്ക് അവൻ 5-6 കൂട്ടുകാരുമായിട്ട് വന്ന് മതിൽ ചാടി കതക് കണ്ട് വടക്ക് വശത്തെ കതക് കൊളുത്ത് വെളിയിൽ നിന്ന് ഇട്ടായിരുന്നു അവൾ പാതിരിക്ക്. അങ്ങനെ ആ കൊളുത്ത് അവന് വന്നെടുത്ത് കൊടുത്തതായിരിക്കും, ഫോൺ വിളിച്ച് കഥ തുറക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാണ്. അങ്ങനെ എടുത്ത് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോഴാണ് എൻ്റെ ഇളയമോട് പറഞ്ഞ് അമ്മേ കുഞ്ഞ് കരയുന്നു. അങ്ങനെ ഞാനും ഇളയമോളൂടെ ഓടി കതവ് തുറന്ന് എന്തോ അപ്പുറം തുറന്ന് കിടക്കുന്നു. അങ്ങനെ ഓടിച്ചെന്ന് കുഞ്ഞിനെ പിടിച്ച്, കുഞ്ഞിനെ അന്നേരം അവൾ തരത്തില്ല. പിന്നെ ഇളയമോട് പിടിച്ച് ഞാൻ അവളെ കൈക്ക് പിടിച്ച് അവിടെ നിർത്തി, പോകാൻ പറ്റത്തില്ലെന്നും പറഞ്ഞു. അങ്ങനെ അന്ന് പോകാൻ വിടാത്തത് കൊണ്ട് അവൻ എന്നെ പബ്ലിക് റോഡിൽ നിന്ന് ഒരുപാട് അസഭ്യങ്ങൾ പറഞ്ഞു. അസഭ്യങ്ങൾ പറഞ്ഞ അയലത്തുകാരെല്ലാം ഉണർന്നു. 12-1 മണി എങ്ങാണ്ടായെന്ന് തോന്നുന്നു. 1 മണി 2 മണി എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പാതിരാത്രിക്കാ. അങ്ങനെ കാണിച്ചു കൂട്ടുന്നതൊക്കെ കള്ളു കുടിച്ചിട്ടാണ് അല്ലേ അമ്മേ? ഈ കാണിക്കുന്നൊക്കെ സതീഷിന്റെ ഈ പെരുമാറ്റമൊക്കെ മദ്യപിച്ചോ? മദ്യപിച്ചിട്ടാ. ശരി അമ്മ, 1 മിനിറ്റ് ഞാൻ വരാം. അമ്മ 1 മിനിറ്റ് ഞാൻ വരാം. നമ്മുടെ അമ്മ ഈ ചർച്ചയിൽ ആന്റണി ഉണ്ട്, അതുല്യയുടെ അയൽവാസി. ശ്രീ ആന്റണി, താങ്കൾക്ക് ഈ കുടുംബത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ അറിയാമായിരുന്നു. കാരണം അതുല്യയെ കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് ഈ സതീശൻ കല്യാണം കഴിക്കാൻ വരുന്നത്. അന്ന് അതുല്യക്ക് ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കിയത് 17 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വിവാഹ നിശ്ചയം നടത്തുന്നു. പിന്നെ സതീശൻ പിന്നാലെ നിന്ന് 19-ാം വയസ്സിൽ കല്യാണം കഴിക്കുന്നു. എപ്പോഴൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇയാൾ വരുന്നു, കാല് പിടിക്കുന്നു, വീട്ടുകാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുന്നു, വീണ്ടും ആ കുട്ടിയെ തിരികെ കൊണ്ടുവന്നു. പിന്നെ നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതുല്യ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടൊക്കെ പറഞ്ഞിട്ടുള്ള പീഡനത്തിൻ്റെ കാര്യങ്ങളാണ്. ശ്രീ ആന്റണി, താങ്കൾക്ക് എന്തൊക്കെ അറിയാം ഈ കുടുംബത്തെക്കുറിച്ച്, അവർക്കിടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്? ഇപ്പോൾ അതുല്യയുടെ അമ്മ ഇപ്പോൾ സംസാരിച്ചതുപോലെ പിന്നെ ഈ കുട്ടിയുമായിട്ട് പിന്നെ പ്രശ്നമുണ്ടായി. ഈ സതീശൻ വീട്ടിൽ പിണങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ അപ്പം ആ കേസ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കോടതിയിൽ. അപ്പോൾ ഈ അതുല്യയുടെ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഇവൻ ഈ കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്ത്, അതായത് മാപ്പ് പറഞ്ഞ്, എന്ത് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായാൽ തന്നെ ഇവൻ അത് സോൾവ് ചെയ്യാൻ ഇവൻ അറിയാം. ആ സന്ദർഭം അനുസരിച്ചിട്ട് ഇവൻ എന്താ പറയുന്നത്, അവളോട് മാപ്പ് പറയുകയും ഇനി മേലാൽ അത് ഉണ്ടാവത്തില്ലെന്ന് പറയുകയും, അങ്ങനെ ഈ കുട്ടിയെ തുളസിബായി അമ്മയുടെയും ഇല്ലെങ്കിൽ അനിയത്തിയുടെയും വാക്ക് കേൾക്കാതെയാണ് അന്ന് കതവ് തുറന്നിറങ്ങി പോകാനായിട്ട് ഏതാണ്ട് ഒരു രാത്രി 2:30 മണിയായി കാണും. ഈ 2:30 മണി സമയത്താണ് ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു വെളിയിലൊരു ബഹളം കേൾക്കുന്നത്. ബഹളം കേട്ട സമയത്ത് ഞാൻ എഴുന്നേറ്റ് എന്താണെന്ന് അറിയാനായിട്ട് പുറത്ത് ചെന്നുടനെ ഒരുത്തൻ മതിൽ ചാടി അകത്തോട്ട് വീഴാൻ പോകുന്നു. അപ്പോൾ എനിക്ക് ഈ സതീശനെ മാത്രമേ മനസ്സിലായുള്ളൂ. ഞാൻ പറയും, സതീശ, നീ അർദ്ധരാത്രി 2:30 മണിക്ക് നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇച്ചിരി പിന്നെ ഞാൻ ഇച്ചിരി ഷൗട്ട് ചെയ്ത് സംസാരിച്ച് ഉറച്ചാണ് സംസാരിച്ചത്. അപ്പോൾ അയലത്തുകാരെല്ലാം ഓടി വന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇപ്പം
നീ ഇവിടുത്തെ മരുമോനാണ്, ഇവർ നിൻ്റെ കൂടെ വന്ന കൂട്ടാളികളാണ്. ഞാൻ തെക്കുംപാം പോലീസിന് ഫോൺ ചെയ്യും, അവർ വന്ന് നിന്നെയും അവരെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായി മാറും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, ഇവരെയും കൊണ്ട് നീ ഇപ്പോൾ നിൻ്റെ വീട്ടിൽ ശാസ്താംകോട്ടയിൽ പോവുക. നിനക്ക് നിൻ്റെ അതുല്യമായിട്ടുള്ള ഒരു കോംപ്രമൈസിന് തയ്യാറ് നീ ആണെങ്കിൽ രാവിലെ നിൻ്റെ അമ്മയും വിളിച്ചുകൊണ്ട് ശാസ്താംകോട്ടയിൽ നിന്ന് കൂടെ വരിക എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെയും അവൻ്റെ കൂട്ടുകാരെയും മടക്കി അയക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഈ മടക്കി അയക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവൻ കണ്ട ഒരുപാട് അസഭ്യങ്ങൾ ഈ തുളസിബായിയെ വിളിക്കുന്നത് കേട്ടോട്ടാണ് ഞാൻ കഥ തുറന്ന് ചെല്ലുന്നത്. അത് നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള അസഭ്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത്, നീ ആരെയാണ് സതീശായി വിളിക്കുന്നത്? അമ്മയുടെ സ്ഥാനത്തുള്ള ഒരു അമ്മായിയമ്മയാണോ നീ ഈ വിളിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുകയും വഴക്ക് പറയുകയും ചെയ്തു. അതിനുശേഷമാണ് ഇവർ പോയി. 2:30 മണി 3 മണി 2:45 മണിയോളം സമയമാവും. എന്നിട്ട് രാവിലെ ഒരു 11 മണിയായ ഉടനെ അവൻ്റെ അമ്മയോ മറ്റാരെയോ കൂട്ടിക്കൊണ്ട് വന്ന്. അന്ന് ഈ അഖിലയുടെ മാരേജ് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി, എൻ്റെ വൈഫ്, ഞാൻ, 1-2 പുറത്തുനിന്നുള്ള അയൽക്കാർ എല്ലാവരും കൂടി സംസാരിച്ച്, ഇവനും ഉണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചതിന് ശേഷം ഇവൻ അവിടെ എഴുതി വെക്കുകയാണ്, എൻ്റെ ഭാഗത്തു നിന്ന് ഇനി ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല, എനിക്ക് മാപ്പ് തരണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് ഇവൻ അവിടെ സംസാരിച്ചിട്ട് ഇവനെ കൊണ്ട് തന്നെ എഴുതി വെപ്പിച്ചിട്ടാണ്, ഇവൻ്റെ അമ്മയും കൊണ്ട് അവിടെ ഒപ്പൊക്കെ വെപ്പിച്ചിട്ടാണ് ഈ പ്രശ്നം അന്ന് അവിടെ സോൾവ് ആവുന്നത്. ശരി, ശ്രീ ആന്റണി, ഏതായാലും താങ്കൾ പറഞ്ഞത് അതായത് ഇയാൾ ഇങ്ങനെ ഒരു സ്വഭാവക്കാരനാണ്. കാരണം ഇയാൾ മദ്യപിച്ച് കഴിഞ്ഞാൽ വേറൊരാളായി മാറിക്കഴിഞ്ഞാൽ അയാളുടെ പെരുമാറ്റം എന്താണെന്ന് അയാൾ തന്നെ ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് അതുല്യയുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ നമുക്കും സംശയിക്കേണ്ടി വരുന്നത്. കാരണം അതുല്യ വളരെ സന്തോഷവതിയായിരുന്നു, ജോലിയിൽ പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇയാൾ അന്ന് മദ്യപിച്ചിട്ടാണ് എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആ കാര്യങ്ങളിലൊക്കെ അന്വേഷണം വേണം. ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ അഡ്വക്കേറ്റ് ടി ബി മിനി അഭിഭാഷക നമ്മളോടൊപ്പമുണ്ട്. ഒപ്പം തന്നെ റിട്ടയർഡ് SP ശ്രീ സുഭാഷ് ബാബു സാറുണ്ട്. ഒപ്പം ഡോക്ടർ CG രവീന്ദ്രൻ സൈക്കോളജിസ്റ്റും നമ്മളോടൊപ്പം ചേരും ഇടവേളയ്ക്ക് ശേഷം. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അതുല്യയുടെ മരണത്തിന്റെ ഉത്തരവാദികൾ ആരാണ്, എങ്ങനെയാണ് ഇതിലെ അന്വേഷണം മുന്നോട്ട് പോകേണ്ടത് എന്നുകൂടിയാണ് ഇന്ന് നമ്മൾ ഈ വൈകുന്നേരം ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം റിട്ടയർഡ് SP ശ്രീ സുഭാഷ് ബാബു ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. സുഭാഷ് ബാബു സർ, അതുല്യയുടെ മരണം എങ്ങനെ സംഭവിച്ചതാകാം എന്നാണ് താങ്കൾ കരുതുന്നത്? ഇതിലിപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ അന്വേഷണം പോകേണ്ടത്? അല്ല, ഇതെന്തായാലും ശരിയ ഒരു പീഡനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായതാണ്. കാരണം ഇന്നലെയല്ല, തുടർച്ചയായിട്ട് ഏതാണ്ട് ഒരു 8-9 വർഷത്തോളം ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നതായിട്ടുള്ള ഇപ്പം നമ്മൾ ആ കുട്ടിയുടെ അമ്മയും അയൽവാസിയും ഒക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടു. അതെന്തായാലും ശരി, കളവല്ല, അത് സത്യസന്ധമായ കാര്യമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ശരി, പീഡന ആരോപണം 100% ശരിയാണ് എന്ന് സ്ഥിരീകരിക്കപ്പെടാം. പിന്നെ പ്രത്യേകിച്ച് ഇലക്ട്രോണിക് എവിഡൻസുകളൊക്കെ ഈ കുട്ടി തന്നെ രേഖപ്പെടുത്തുകയും അത് പല ആളുകൾക്കും അതാത് സമയത്ത് തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ പെട്ടെന്ന് ആകസ്മികമായിട്ട് പെട്ടെന്ന് ആലോചിച്ചുണ്ടാക്കിയ ഒരു സംഭവമല്ല. ഇതൊരു തുടർ സംഭവത്തിൻ്റെ ഒരു പര്യവസാനം എന്നുള്ള രീതിയിലാണ് ഈ ആത്മഹത്യ കൊലപാതകം എന്തായാലും നടന്നിട്ടുള്ളത് എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ഇതിൽ ഒരു ഇന്ത്യൻ പൗരൻ വിദേശത്ത് ചെന്ന് ഇന്ത്യൻ നിയമപ്രകാരമുള്ള ഒരു കുറ്റം ചെയ്യുകയാണെങ്കിൽ ആ കുറ്റത്തിന് ആ പൗരനെ ഇന്ത്യയിൽ പ്രോസിക്യൂട്ട് ചെയ്യാമെന്നാണ് നമ്മുടെ നിയമം. അതനുസരിച്ച് ഇവിടെ ഈ വ്യക്തിയെ ഈ സതീശനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്തായാലും ശരി ഇവിടെ നടപടികൾ സ്വീകരിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്തിട്ട് ശേഷം അവിടെ എംബാം ചെയ്തിട്ടാണ് ബോഡി കൊണ്ടുവരുന്നത്. എംബാം ചെയ്യാതെ കൊണ്ടുവരാൻ സമ്മതിക്കില്ല. സമ്മതിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ സൗകര്യമാണ്. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം ആ തെളിവിൻ്റെ പശ്ചാത്തലത്തിൽ ബാക്കിയുള്ള തെളിവുകളൊക്കെ അവിടെ പോയി ഇവിടുന്ന് ശേഖരിക്കാം. ബാക്കിയുള്ള തെളിവുകളൊക്കെ അവിടെ പോയിട്ട് പോലീസിന് അവിടെ പോയിട്ട് അന്വേഷിക്കാം. ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ എക്സാമിനേഷൻ ട്രീറ്റ് ഉള്ള ഒരു രാജ്യമാണ്. അവർക്ക് ഇവിടുന്ന് എഴുതി ചോദിച്ചാൽ തന്നെ അവർ ആ ക്വസ്റ്റ്യനെയറിന് ആ സാക്ഷികളിൽ നിന്നും അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിലൂടെ റെക്കോർഡ് ചെയ്യാം. അതൊക്കെ ഇപ്പം അനുവദനീയമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ പോലീസിന് അന്വേഷണം നടത്തുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അതിനെ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൽ നിന്ന് തെളിവ് ശേഖരിച്ചതിന് ശേഷം പോലീസിന് അതൊരു ചാർജിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതിനൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല.
പക്ഷേ എന്തായാലും ഇതിൻ്റെ പശ്ചാത്തലം പിന്നെ കേസ് നടന്നിട്ടുണ്ട്, കോടതിയിലെ തെളിവുകൾ ഇതെല്ലാം കൊണ്ട് ഇതൊരു പൂർണ്ണമായിട്ടും അന്വേഷണത്തിൽ ഫലപ്രദമായ രീതിയിൽ ഒരു പ്രോസിക്യൂഷനിലേക്ക് കൊണ്ടുപോകാൻ ഉതകുന്ന രീതിയിലുള്ള കേസായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് വളരെ വിചിത്രമായ കാര്യമാണ്. ഇത്രയും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടിട്ടും ആ കുട്ടിയുടെ വീട്ടുകാരൊക്കെ ആ കുട്ടിയോടൊപ്പം നിന്നിട്ടും ഈ ബന്ധം വേർപെടുത്താനുള്ള മതിയായ സാഹചര്യങ്ങളും പീഡനവും ഉണ്ടായിട്ടും അത് ആവർത്തിച്ചുണ്ടായിട്ടും ആ കുട്ടി അവസാനം വരെ വീണ്ടും പ്രതീക്ഷയിലിരിക്കുകയും കുട്ടിക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ അവസാനം ഒരു ജോലി കിട്ടിയേ അതിലൂടെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാമെന്നുള്ള സാഹചര്യം വന്നു. പക്ഷേ ഈ മനുഷ്യനെ സംബന്ധിച്ചുള്ള അദ്ദേഹം ഒരു സംശയരോഗിയാണ്. ആ സൈക്കോപാത്ത് എന്ന് പറയുന്ന നമുക്കറിയാമല്ലോ, അങ്ങനെയുള്ള ആളുകളെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ആ വ്യക്തി സാധാരണ സ്വഭാവത്തിലിരിക്കുന്ന അവസരത്തിൽ വലിയ സ്നേഹവും പ്രേമവും കരുണയും പിന്നെ ശ്രദ്ധയും ഒക്കെ കാണിക്കും. പക്ഷേ മദ്യപിച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിന് സമനില തെറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം, അഭീവത്സ സ്വഭാവം അദ്ദേഹം പ്രദർശിപ്പിക്കുന്ന അതാണ് ഇവരുടെ സാധാരണ സ്വഭാവം. അതിൻ്റെ ഭാഗമായിട്ട് ഇയാൾ ചെയ്യുമ്പോൾ ഒരു കാലത്തും ഇയാൾ മദ്യപാനം നിർത്താത്തിടത്തോളം കാലം ഒരു കാലത്തും ഇയാൾ നന്നാവില്ല എന്ന് തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇവർക്കുണ്ടായിരുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് ഇത് ഇത്രയും നാൾ തുടർന്നു എന്ന് ആലോചിച്ചിട്ട് എനിക്ക് പോലും അതിനൊരു ഉത്തരം പെട്ടെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. എന്തായാലും ഇത് വളരെ ദൗർഭാഗ്യകരമായി പോയി. എന്തായാലും ഫലപ്രദമായി കേസ് അന്വേഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിന് കഴിയും. പ്രത്യേകിച്ച് ഇത്രയും തെളിവുകൾ സാധാരണ ഇങ്ങനെയുള്ള കേസുകളിൽ കിട്ടാറില്ല. ഈ കേസുകളിൽ അത് വളരെ ഭംഗിയായ രീതിയിൽ ആ കുട്ടി ബോധപൂർവം അല്ലെങ്കിൽ തന്നെ തൻ്റെ വൈഷമ്യം കൊണ്ടും മനോവിഷമം കൊണ്ടും മറ്റാളുകളെ ഇതൊക്കെ അറിയിക്കണം എന്നുള്ളത് കൊണ്ട് അറിയിച്ചതിൻ്റെ പശ്ചാത്തലമായതുകൊണ്ട് ഈ കേസിൽ നല്ല രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിന് സാധിക്കും. അങ്ങനെ ചെയ്യാനുള്ള ബാക്കിയുള്ള സഹായ സഹകരണങ്ങൾ ഇവിടുന്ന് ഉണ്ടാകണം. അതുപോലെ തന്നെ മറ്റ് ഗവൺമെൻറ്റുകൾ എന്തായാലും അവിടെ കാര്യമായിട്ടൊന്നുമില്ല, തെളിവ് ശേഖരണം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഈ കുട്ടിയെ അറിയുന്ന ആളുകൾ, പ്രത്യേകിച്ച് ആ കുട്ടിയുടെ സഹോദരി അവിടെ ഉണ്ട്, അവരുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോകളുള്ളത് കൊണ്ട് എന്തായാലും അതാത് സമയത്താണെന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ തെളിവ് ശേഖരണം നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. അഡ്വക്കേറ്റ് ടി ബി മിനി മാഡം, ഇതിലിപ്പോൾ ഈ ഒരു മറുഭാഗം വന്നിട്ടുണ്ട്. അതായത് ഈ സതീശൻ മാധ്യമങ്ങളെ കണ്ട് പറയുന്നു, എന്നെയായിരുന്നു പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്, ഞാൻ ഒരിക്കലും കരുതുന്നില്ല ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യും, ഭാര്യ ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ല, ഞാൻ അയാൾ പുറത്തുപോയി വന്നപ്പോൾ കണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഇതിൽ മറ്റാരോ ഇടപെട്ടിട്ടുണ്ട്, അത് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് ഇതിലെ ഭർത്താവ് സതീശനും. പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള എല്ലാ വിവരങ്ങളും, അമ്മയോട് സംസാരിച്ചത്, ബന്ധുക്കളോട് സംസാരിച്ചത്, സുഹൃത്തുക്കളോട് സംസാരിച്ചത്, വീഡിയോ ദൃശ്യങ്ങൾ, അയാളുടെ തന്നെ വീഡിയോ, ഇതൊക്കെ നമ്മളോട് പറയുന്നുണ്ട് ഏത് തരത്തിലുള്ള പീഡനമാണ് ആ പെൺകുട്ടി ആ വീട്ടിൽ അനുഭവിച്ചിരുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ വകുപ്പുകളാണ് ഇതിനകത്ത് പ്രോസിക്യൂഷൻ ഈ കേസ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ് ഏറ്റവും ശക്തമായ നിലയിൽ നീതി ഉറപ്പാക്കാൻ ഈ സംഭവം കോടതിയിൽ അവതരിപ്പിക്കാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധ വേണ്ടത്? ഒന്നാമത്തെ കാര്യം, സതീഷ് അഭിനയിക്കുകയാണെന്ന് സതീഷിൻ്റെ വീഡിയോയിൽ നിന്ന് വളരെ വ്യക്തമാണ്. സതീഷിൻ്റെ സംശയരോഗമാണ് സതീഷ് മറ്റൊരു കഥ മെനഞ്ഞുണ്ടാക്കാനായിട്ടുള്ള കാരണമായി എനിക്ക് തോന്നുന്നത്. ഇതൊരു കൊലപാതകമാണോ അത് അല്ലയോ എന്നുള്ള നിലയിൽ തന്നെയാണ് പോലീസ് ഇത് അന്വേഷിക്കേണ്ടത്. ആ അന്വേഷണത്തിലൂടെ പോയാൽ മാത്രമേ പോലീസിന് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. ഇതൊരു ആത്മഹത്യയാണ് എന്ന നിലയിൽ അന്വേഷിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ നിലയിൽ എത്തില്ല. ഇപ്പം സതീഷും പറയാണല്ലോ കൊലപാതകമാണെന്ന്. ആ നിലയിൽ സതീഷ് പറയുന്നത് പൂർണ്ണമായി അഭിനയമാണ്. ഇത് നേരത്തെ സുഭാഷ് സാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത്തരം ആളുകൾ എന്തുകൊണ്ട് ആ സ്ത്രീ വിട്ടുപോരുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇത്തരം ആളുകൾ മദ്യപിക്കാത്ത സമയത്ത് അസാധാരണമായിട്ടുള്ള സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്നേഹപ്രകടനം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. ആ ഒരു സ്നേഹപ്രകടനങ്ങൾ കൊണ്ടാണ് ഇവർ ഈ പിന്നെയും പിടിച്ചു നിൽക്കാനായിട്ട് അവർ. കാരണം വീട്ടിലേക്ക് വന്നാൽ അവിടുത്തെ ഒരു സാഹചര്യങ്ങൾ, അവിടെ പിന്നെ ഒരു ചിലപ്പോൾ വന്ന് നിന്നിട്ട് ആ നിലയിൽ ഒരു ഭർത്താവ് ഇല്ലാതെ നിൽക്കുന്ന ഒരു പെൺകുട്ടി എന്ന നിലയിലുണ്ടാകുന്ന മറ്റ് വിഷയങ്ങൾ, ജോലിയില്ലാത്ത വിഷയങ്ങൾ, സാമ്പത്തികമായി കൊച്ചിനെ പഠിപ്പിക്കാനുള്ള വിഷയങ്ങൾ, ഇത്തരം വിഷയങ്ങൾ കൊണ്ടായിരിക്കാം ആ പെൺകുട്ടി അവിടെ പിടിച്ചു നിന്നത്. ഇത്തരം കേസുകൾ നമ്മൾക്ക് പലതും അറിയാം. പക്ഷേ ഇയാൾ തികഞ്ഞ മദ്യപാനിയാണെന്ന് ഇദ്ദേഹത്തിന് കണ്ടാലറിയാം. ഞാൻ വല്ലപ്പോഴും കുടിക്കുന്ന ഒരാളൊന്നുമല്ല. ഇയാൾ തികഞ്ഞ മദ്യപാനിയാണ്. മദ്യപിച്ച് കഴിഞ്ഞാൽ ഇയാൾക്കുള്ളത് അസുഖം, സംശയരോഗം തന്നെയാണ്. ആ സംശയരോഗത്തിൻ്റെ അടിസ്ഥാനത്തിലും മറ്റൊരു വിഷയം കൂടിയുണ്ട്, സെക്ഷൽ താല്പര്യവും ഇവർക്ക് അധികമായിരിക്കും. മനസ്സിലായ? ഈ സെക്ഷൽ താല്പര്യങ്ങൾ അധികമായിരിക്കും. പക്ഷെ ഇവന് യാതൊരു തരത്തിലും ഈ സെക്സ് ആ സ്ത്രീക്ക് താല്പര്യം ഉണ്ടാവുന്ന രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ അവനൊരിക്കലും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം അതൊക്കെ
ഇവനെ സംബന്ധിച്ച് സംശയരോഗം കൂട്ടുന്ന ഒരു കാര്യമാണ്. ഒരു തരത്തിലും മറ്റുള്ള ആളുകൾ, അതായത് അവൻ പറയുന്ന കാര്യം തന്നെ മറ്റാരെങ്കിലും അവിടെ വന്നിട്ടുണ്ടാകും എന്നുള്ളത് ഈ പെൺകുട്ടീനെ സംശയിക്കുന്ന രീതിയിലാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര കൃത്യമായിട്ടുള്ള ഒരു അഭിനയമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അതായത് ഇത് കൊലപാതകം എന്ന നിലയിൽ തന്നെ പോലീസ് അന്വേഷിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ അന്വേഷിക്കാൻ അവിടെ പോകണം, തെളിവ് ശേഖരണത്തിന്, അതൊക്കെ വലിയ കാര്യമാണ്. പക്ഷെ എന്നാലും ഇഷ്ടം പോലെ തെളിവുകൾ അല്ലാതെ ഉണ്ടാകും. തെളിവ് ഇതിൽ കിട്ടും. ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന സമയത്ത് ആ തെളിവുകളെല്ലാം കിട്ടും. എങ്ങനെയാണ് ഈ കൃത്യം നടന്നിരിക്കുന്നതെന്ന് അതുവരെ നമുക്ക് ഇന്നതാണെന്ന് പറയാനായിട്ട് ഇപ്പോൾ കഴിയുന്ന ആ ഒരവസ്ഥയല്ല. എന്തായാലും ഗാർഹിക പീഡനങ്ങൾ ഇവിടെ നിന്നും പുറത്തു പോയി താമസിക്കുന്ന, കുടുംബസമേതമായി ഇവിടെ നിന്നും കേരളത്തിൽ നിന്ന് പോകുന്ന പെൺകുട്ടികൾ അവിടെ സുരക്ഷിതരാണ് എന്നും നല്ല ജീവിതം നയിക്കുന്നു നമ്മൾ വിചാരിക്കുന്നത് കേരളത്തിലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾക്കും ഈ മദ്യം വലിയ രീതിയിൽ ഗാർഹിക പീഡനത്തിന് ഒരു ഉപാധിയായി മാറുന്നു എന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും ഇതൊരു പാഠവുമാണ്. ശരി, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ സിജി രവീന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ സിജി രവീന്ദ്രൻ, ഇതിപ്പോൾ നമ്മൾ ഈ കാണുന്നവരും അല്ലെങ്കിൽ ഇത് അനുഭവിച്ചവരും ഇതിനെക്കുറിച്ച് അറിയുന്നവരും ഒക്കെ സതീശനെ പറ്റി ഒറ്റ കാര്യമാണ് പറയുന്നത്, അയാളൊരു സൈക്കോപാത്താണ്, അയാളൊരു സൈക്കോ ആണെന്നാണ്. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയിലെ ഷമിയുടെ സ്വഭാവമാണ് അയാൾ കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ ഈ പെൺകുട്ടി 11 വർഷമായി ഈ പീഡനങ്ങളൊക്കെ സഹിക്കുമ്പോഴും അയാൾ ഏതെങ്കിലും ഒരു സ്വബോധത്തിൽ പറയുന്ന നല്ല വാക്ക് കേട്ട് അല്ലെങ്കിൽ സ്നേഹപ്രകടനങ്ങളിൽ വിശ്വസിച്ച് ഇയാൾ ഇനിയും നേരെയാകും എന്ന് കരുതി കൂടെ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ പ്രവചിക്കാൻ കഴിയാത്ത സ്വഭാവവും കൊണ്ട് നടക്കുന്ന ഈ സതീശനെ വിശ്വസിച്ചാണ് ആ പെൺകുട്ടി കഴിഞ്ഞ 11 വർഷം അയാൾക്കൊപ്പം ജീവിച്ചത്. ആ പെൺകുട്ടിയും അവർക്കുണ്ടായ ഒരു കുഞ്ഞും. അതിനുശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നെങ്കിൽ ഇവർക്കൊരു ഡോക്ടറെ കാണിക്കാമായിരുന്നു, അല്ലേ? അത് കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, നിയമവഴികൾ തേടുന്നു, അവിടെ പ്രശ്നം അവസാനിക്കുന്നില്ല. എന്താണ് ഇതൊരു മനോരോഗത്തിൻ്റെ ലക്ഷണമാണോ അയാളുടെ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ തോന്നുന്നത്? ഇപ്പം ഞാൻ ആ വീഡിയോ ഒരിക്കൽ കൂടി കാണിക്കാം. അതാണോ ഇതൊരു കൊലപാതകമായിരിക്കാനുള്ള സാധ്യത ഡോക്ടർ സിജി രവീന്ദ്രൻ ഈ രോഗത്തിന്റെ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ കാണുന്നുണ്ടോ? ഉറപ്പായിട്ടും എനിക്ക് ആദ്യം പറയാനുള്ളത് ഇതൊരു ലേൺ ഹെൽപ്ലെസ്നെസ്. എനിക്ക് ആ കുട്ടിയുടെ കാര്യം ആദ്യം പറയണം. എനിക്ക് ഇവിടെ കേട്ടോണ്ടിരിക്കുന്ന അമ്മയുടെ മുമ്പിൽ തന്നെ ഇത് പറയാൻ എനിക്ക് വിഷമമുണ്ട്. ഇതിന്റെ ഈ ടൈപ്പിൽ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട് ഒക്കെ ഇതിനെ കുറിച്ച് പറയാൻ എനിക്ക് പോലും കുറെ പേർക്കെങ്കിലും ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് പറയാനുള്ളത്. സോ ലേൺ ഹെൽപ്ലെസ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടി അവള് വളരെ യങ് ഏജിൽ കല്യാണം കഴിച്ചതാണ്, അല്ലെ? ഒരു കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് അബ്യൂസ് ഫേസ് ചെയ്യുമ്പോൾ ആ കുട്ടി ഒരു സമയത്ത് അവള് തന്നെ അവളുടെ ആക്ഷനും അവളുടെ സേഫ്റ്റിക്കോ ഫ്രീഡത്തിനോ ഒന്നും അവളൊരു പവർലെസ് ആവും. അവൾക്ക് മുന്നോട്ട് ഒരു ശക്തി ഇല്ലാതാവും. അത് ഇമോഷണലി പാരലൈസ്ഡ് എന്ന് പറയും. നമ്മുടെ ബോഡി പാരലൈസ് ആവുന്ന പോലെ തന്നെയാണ് ഇമോഷണലി പാരലൈസ് ആവുന്നത്. അതിന്റെ കൂടെ ട്രോമ ബോഡി. കാരണം ഇവന്റെ അമ്മ പറയുന്നതും അല്ലെ അയൽവക്കക്കാർ പറയുന്നതും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവൻ ചെയ്യുന്ന അപ്പോളജി, പോയി കാല് പിടിക്കുക, പിന്നെ ക്ഷമ ചോദിക്കുക, കരയുക, പിന്നെ വിക്ടിം റോൾ, അതായത് എനിക്ക് ആരുമില്ല, നീ മാത്രമല്ലേ ഉള്ളൂ എനിക്ക്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവൾ കുട്ടിയിലോട്ട് ഫോഴ്സ് ചെയ്ത് ലാസ്റ്റില് ആ കുട്ടി ഒന്ന് ട്രാഷിലായി എന്ന് കാണുമ്പോൾ പിന്നെ അവൻ കളിക്കുന്നത് ഒരു ഗിൽറ്റ് ട്രിപ്പിംഗ് ആണ്. അതായത് നീ കാരണമാണ്, നീ ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടല്ലേ, നിനക്കറിയത്തില്ല. കാരണം എന്നെ ഏറ്റവും മനസ്സിലാക്കാവുന്ന കാര്യം അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു നാർസിസിക് ബിഹേവിയർ ആണ്. ആ കുട്ടിക്ക് ഒരു ഡിപ്പെൻഡൻസി ട്രേറ്റ്സും അവൻ തന്നെ കൊണ്ടുവന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് അതെനിക്ക് ക്ലിയർലി മനസ്സിലായത്. കാരണം റീസൺ എന്താണെന്ന് വെച്ചാൽ അല്ലാതെ നമ്മളൊന്ന് ആലോചിച്ചാൽ ആ കുട്ടി മരിച്ചു കിടക്കുമ്പോൾ ആർക്കാണ് പെട്ടെന്ന് സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഒരു സെന്റൻസ് എഴുതാൻ പറ്റുന്നത്? അത് തന്നെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് അവൻ ആദ്യം എടുത്തതാണ്. അത് അവന്റെ ഓരോ ബുദ്ധിയാണ്. പോലീസുകാർ അത് കണ്ടുപിടിക്കട്ടെ. ആൻഡ് ഇന്നത്തെ ഇന്റർവ്യൂവിൽ നോക്കിയാലും മതി, ഭയങ്കരമായിട്ട് അവൻ കുഞ്ഞ് മോളെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവൻച്വലി അവൻ എപ്പോഴും അവനെ തന്നെയാണ് സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അല്ലാതെ ഒരു കാര്യം ആലോചിച്ചോ, അവൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പൈസക്കൊക്കെ പ്രശ്നമുണ്ട്, ജോലി പോകുമായിരിക്കും, അതിന് ഞാൻ അപ്പൊ തന്നെ HR ഒരു ഇമെയിൽ അയച്ചു എന്നുള്ളത്. വൈഫിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് ഈ കുഞ്ഞു മോളെന്നൊക്കെ പറഞ്ഞവൻ തന്നെ ആ മൊമെന്റിൽ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവൻ സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അത് തന്നെയാണ് ആ നാർസിസിക് ബിഹേവിയർ. ആ വ്യക്തിമിനെ ഒന്നുമല്ലാതാക്കി അവരിലോട്ട് പുഷ് ചെയ്യുവാണ്. ആ ഒരു ട്രോമ ബോഡിയിൽ കൂടെ നീയാണ് കുറ്റക്കാരി, നീ കാരണമാണ്, നീ ഇങ്ങനെ സംസാരിച്ചില്ലേ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഒരു ചെറിയ കുട്ടി, ഇപ്പൊ അവൾക്ക് 30 years ആയിട്ടുള്ളൂ, ആ 30 വയസ്സ് ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ച ആ മോള്
എന്തായിരിക്കും അവളുടെ തോട്ടില്? അവളുടെ തന്നെ കൺഫ്യൂഷൻ ആകത്തില്ലേ? റോളർ കോസ്റ്റ് പോലെയാ. അതായത് ചില സമയത്ത് എപ്പോഴെങ്കിലും ഒരു ലവോ അല്ലെങ്കിൽ സ്നേഹമോ കൊടുക്കും, ഒരു ബ്രെഡ് ക്രംബിംഗ് എന്ന് പറയത്തില്ലേ. കാരണം എപ്പോഴെങ്കിലും കിട്ടുന്ന ആ സ്നേഹം ചിലപ്പോൾ അത് ഭയങ്കരമായിട്ടായിരിക്കും കൊടുക്കുക. പുറത്ത് കൊണ്ടുപോവുക, ഡ്രസ്സ് മേടിച്ചു കൊടുക്കുക. ഫോട്ടോസിലൊക്കെ നമുക്ക് കാണാം, ദുബായ് മോളിലോ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുള്ള ഫോട്ടോസും ചേർത്ത് വെച്ചിരിക്കുന്ന സെൽഫികളും ഒക്കെ. ആ കുട്ടി, നമുക്ക് ആ കുട്ടിയുടെ കണ്ണിൽ തന്നെ കാണാം ആ സമയത്ത് അവള് ഒരു പ്രിയദർശൻ മൂവീസിലെ പോലെ കൈൻഡ് ഓഫ് ഭയങ്കര കളർഫുൾ ആക്കി എടുക്കും അവർ ആ സമയങ്ങളിൽ. അതാണ് ഏറ്റവും ഡിഫിക്കൽട്ടി. എന്നിട്ട് ഏത് മൊമെന്റിൽ ഇത് പൊട്ടുമെന്നുള്ള ഒരു എക്സെൽസിന്റെ മേലിൽ കൂടി നടക്കുന്ന പോലെ ആയിരിക്കും, ഒരു മുട്ടയുടെ മേലിൽ കൂടി നടക്കുന്ന പോലെ ആയിരിക്കും. എപ്പോ വേണമെങ്കിലും ഇത് പൊട്ടും എന്നുള്ളത് ആ കുട്ടിക്ക് അറിയാം. പക്ഷേ ഇത് കിട്ടാൻ വേണ്ടി, ആ സ്നേഹം അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കുട്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കും. ഓക്കെ, എന്റെ ഭർത്താവ് പറയുന്നതായിരിക്കും ശരി, ആൾക്കും ആരും ഇല്ലല്ലോ, എന്റെ കുഞ്ഞിന്റെ അച്ഛനല്ലേ, അല്ലെങ്കിൽ അതുപോലെ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുമായിരിക്കും, നിനക്ക് എന്തുണ്ട്, നിനക്ക് വിദ്യാഭ്യാസം ഇല്ല, അല്ലെ ജോലി കിട്ടില്ല, നിനക്ക് പൈസ ഇല്ല, നിന്റെ വീട്ടുകാരൊന്നും ഈ പറയുന്ന പോലെ സ്നേഹിക്കുന്നൊന്നും ഉണ്ടാവത്തില്ല. ഇങ്ങനെയുള്ള പല രീതിയിലും ഇവരെ ഇങ്ങനെ സൈക്കോളജിക്കലി ഇദ്ദേഹം ചെയ്യുന്നുണ്ടാവും. ആ നാർസിസിക് ബിഹേവിയർ എങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഡിപ്പെൻഡന്റ് ആണ്, ഇവർക്ക് വേറെ വഴിയില്ല, ഇവർക്ക് ചിന്തിക്കുന്നതാണ് വേറെ വഴിയില്ല എന്നുള്ളത്. അപ്പൊ ഇതിനൊക്കെ ഒരിക്കലും ഒരു പ്രോബ്ലം, ഒത്തിരി ഫ്രണ്ട്സും അമ്മയും എല്ലാം, കാരണം ഇപ്പൊ ബോൾഡായിട്ട് ഈ അമ്മ ഇവിടെ വന്ന് പറയുന്നതിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇനി ഒരു കുഞ്ഞുങ്ങൾക്ക് ഇത് വരില്ലെന്ന് ചിന്തിച്ചിട്ടായിരിക്കുമല്ലോ ഈ അമ്മ ഇത് വന്ന് പറയാൻ ഇത്രയും വലിയൊരു സ്റ്റെപ്പ് എടുക്കുന്നത് തന്നെ. അപ്പം ഇതുപോലുള്ള ഒരു അമ്മയും ബോൾഡായിട്ട് അമ്മയൊക്കെ ഉള്ള ഒരു മോള് അത് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല അത് ചെയ്തതാണോ എന്ന്. അത് ബിക്കോസ് ഇന്നത്തെ ആളുടെ ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് എനിക്ക് അങ്ങനെ ശരിക്കും ഡൗട്ട് തോന്നിയ ഒരു കാര്യം. അതേപോലെ ആ ഫ്രണ്ട്സും എല്ലാം സപ്പോർട്ടിന് ഉണ്ടായിട്ട് പോലും ഈ കുട്ടിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഫേസ് ചെയ്യേണ്ടതും, ഇതൊരു രോഗം, ഇതിന് ട്രീറ്റ്മെന്റ് ആയിരുന്നു വേണ്ടത്. അല്ലാതെ ഇത് ശരിയാകും, നാളെ ശരിയാകും, നീ പോരെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ കുട്ടിക്ക് ഒരു എക്സിറ്റ്, അതായത് പുറത്തോട്ട് ഇറങ്ങാനുള്ള ഒരു വഴി ആ കുട്ടിയുടെ കണ്ണിലില്ല. കാരണം അത്രത്തോളം ആ ട്രോമ ബോണ്ടിങ്ങിൽ ആ കുട്ടി പെട്ടുപോയി. അവർ ലേൺ ഹെൽപ്ലെസ്നെസ് ഇതിനകത്ത് അങ്ങ് പെട്ടുപോയി. അപ്പൊ അതിനകത്ത് അവർക്ക് സൊല്യൂഷൻ അവർ എത്ര നോക്കിയാലും കിട്ടില്ല. ഇതൊരു മേജർ പ്രോബ്ലം ആണ്. ഇനിയിപ്പൊ ഇത് കാണുന്ന ഏതെങ്കിലും കുട്ടികൾ ഉണ്ടെങ്കിലും ഈ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയും, ഈ വിക്ടിം കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാസ് ലൈറ്റിംഗിൽ പോലും നീ ഓവർ ആക്ടിങ് ചെയ്താൽ നിന്റെ ചിന്തകളാണ്. ഇതൊക്കെ എല്ലാ വീടുകളിലും സംഭവിക്കുന്നതാ. ഞാൻ നിന്നെ എന്ത് ചെയ്തില്ല, നിനക്ക് ഞാൻ മാല മേടിച്ചു തന്നില്ലേ, സാരി മേടിച്ചു തന്നില്ലേ, വള മേടിച്ചു തന്നില്ലേ, ആരിത് ചെയ്യും. അപ്പൊ ഇതൊക്കെ കാരണം ഈ കുട്ടി തന്നെ ഓർക്കും ഷെയിമായിട്ടും ഒരു പേടിയായിട്ടും കൺഫ്യൂഷൻ ആയിട്ടും ഒക്കെ വന്നിട്ടുണ്ടാവും. കാരണം അവൾ കുട്ടിയായിരുന്നു അല്ലെ, അവളുടെ ജേർണി അവള് ആദ്യം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ കണ്ട ലോകം അതായിരുന്നു. അപ്പൊ അവര് കുട്ടി ചിലപ്പോ അവളുടെ ശരി. അല്ല സുഭാഷ്, ഒരു മിനിറ്റ്. ഡോക്ടർ സിജി രവീന്ദ്രൻ, സുഭാഷ് ബാബു സർ, ഇവിടെ ടി ബി മിനി മാഡം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് ഇതിനെ ഒരു കൊലപാതകമായി തന്നെ കണ്ടുവേണം പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം സതീഷ് ഇതൊക്കെ കഴിഞ്ഞ് പറഞ്ഞത് അയാളുടെ ഭാഗം ജസ്റ്റിഫൈ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഞാൻ വീട്ടുകാരുമായി പിണങ്ങിയത് അതുല്യ കാരണമാണ്. എനിക്ക് സുഹൃത്തുക്കളുടെ അടുത്ത് പോകാൻ പറ്റാതിരുന്ന അതുല്യ കാരണമാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊസസീവായിരുന്നു. ഞാൻ വരുമ്പോൾ കാണുന്നത് ഇങ്ങനെ ഈ ഒരു ഇതിൽ നിൽക്കുന്ന ആ കുട്ടിയാണ്. അവിടെ പിന്നെ മാസ്ക് ഉണ്ട്, കറുത്ത മാസ്ക് ഉണ്ടായിരുന്നു, കത്തി ഉണ്ടായിരുന്നു, വേറെ ആരോ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് അയാൾ പറയുന്നത്. അപ്പോൾ അയാളുടെ മനോരോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ അയാൾ പറയുകയായിരിക്കുമോ, അതോ ബോധപൂർവം അയാൾ ഇതിനകത്തൊരു കള്ളക്കഥ മെനഞ്ഞ് രക്ഷപ്പെടാനുള്ള പഴുതുകൾ തിരയുകയായിരിക്കുമോ? പോലീസ് ഈ കാര്യത്തിൽ കൊലപാതകം എന്ന് തന്നെ കരുതി പരിശോധനകൾ നടത്തണം, അന്വേഷണം നടത്തണം എന്ന അഭിപ്രായത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, ഒരു പോലീസിന് ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കേസിൽ എന്താണ് പരമാവധി സംഭവിക്കാൻ സാധ്യതയുള്ളത്, അത് സംഭവിച്ചിട്ടുണ്ടാകാം എന്നുള്ളതായിരിക്കണം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു ഔട്ട്ലുക്ക്. അദ്ദേഹം ആ ഒരു കാഴ്ചപ്പാടിലൂടെ അന്വേഷിക്കുന്നത്. ഇത് ഇങ്ങനെ ഒരു കണ്ടു, ഇത് സാഹചര്യം കണ്ടു കൊലപാതകമായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാതെ കൊലപാതകമായിരിക്കാം എന്നുള്ള ഒരു അനുമാനത്തിലാണ് അന്വേഷണം നടത്തേണ്ടത്. അതെന്നിട്ട് പടിപടിയായി ഈ കൊലപാതകത്തിനുള്ള തെളിവല്ല, അത് ആത്മഹത്യയാണ് എന്ന് തെളിവിലൂടെ സമർത്ഥിക്കാൻ കഴിയുന്ന അവസരത്തിൽ മാത്രമേ ആ ഉദ്യോഗസ്ഥൻ പടിപടിയായി താഴേക്ക് വന്ന് അതൊരു ആത്മഹത്യ എന്നുള്ള രീതിയിൽ നിഗമനത്തിലെത്താൻ പറ്റുള്ളൂ. അല്ലാണ്ട് ആദ്യമേ ആത്മഹത്യ എന്നുള്ള രീതിയിൽ അന്വേഷിക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഏത് കേസായാലും ശരി, ആ കേസിൽ പരമാവധി എന്ത് ഈ കേസിൽ സംഭവിക്കുക, ഈ കുട്ടി ഇങ്ങനെ മരിച്ചതുകൊണ്ട് ഒരു കൊലപാതകമായിരിക്കാം എന്നുള്ള ഔട്ട്ലുക്ക് ആയിരിക്കണം ഒരു ഇന്ത്യൻ ഇൻവെസ്റ്റിഗേറ്റർ. നമ്മൾ ഇവിടെ ഇന്ത്യയുടെ സിസ്റ്റം അതാണ്.
അത് പടിപടിയായി തെളിവ് ശേഖരണത്തിലൂടെ മാത്രമേ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ അഭിപ്രായത്തിലേക്ക് എത്താൻ, അതായത് യഥാർത്ഥ സംഭവങ്ങൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ സമർത്ഥിച്ചതിന് ശേഷം മാത്രമേ ആ രീതിയിൽ എത്താൻ പറ്റുള്ളൂ. അല്ലാണ്ട് ആദ്യമേ അങ്ങനെ ഒരു തീരുമാനം ഒരു ഉദ്യോഗസ്ഥനും എടുക്കാൻ പാടില്ല. അങ്ങനെ ഉദ്യോഗസ്ഥൻ എടുക്കുന്നുണ്ടെങ്കിൽ അവനൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അല്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്യാൻ അയാൾ അർഹനല്ല എന്നുള്ളതാണ് നമ്മുടെ നിയമവ്യവസ്ഥയും. എൻ്റെ അഭിപ്രായവും അതുതന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ മറ്റൊരു രീതിയിലല്ല. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിനയമാണെന്ന് അഡ്വക്കേറ്റ് ശ്രീമതി മിനി പറഞ്ഞു. അത് 100% ശരിയാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹം പറയുന്നതിൻ്റെ ആ വാക്കിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം അത് അഭിനയിച്ച് പറയുകയാണെന്ന്, അദ്ദേഹം പറയുന്നതിൽ നിന്ന് വ്യതിചലിച്ച് വേറെ പോകുന്ന അവസരത്തിൽ രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ഭാഷയും ആംഗ്യവും ശരീരഭാഷയും ഡയലോഗും ഒക്കെ അയാൾ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതെന്തായാലും ശരി കളവാണെന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. കാരണം അവിടെ വേറൊരു ആശ്രയമില്ലാതെ നിൽക്കുന്ന ഈ കുട്ടി ഇയാളെ പീഡിപ്പിച്ചു, അടിച്ചു, പരിക്കേൽപ്പിച്ചു, ഇയാൾ പിന്നെ തലയിലെ മുറിവ് കാണിക്കുന്നു. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഈ വെള്ളമടിച്ച് ലെവലില്ലാതെ വരുന്നവനാണ് ഈ ഉപദ്രവിക്കുന്നത്. ആ കുട്ടി ഡിഫെൻസീവായിട്ട് എന്തെങ്കിലും ചെയ്ത് ചിലപ്പോൾ ഇയാൾ ഉരുട്ട് താഴെ വിട്ടുണ്ടാവും. അന്നല്ലാണ്ട് ഇതിപ്പോൾ അടി കൊണ്ട് ചാവാൻ പോവുക. കുട്ടികൾ ആരായാലും ശരി അവരെ കൊണ്ട് പറ്റുന്ന പിന്നെ മരണപ്രാളത്തിന് എന്തെങ്കിലും ചെയ്തു എന്ന് വരും. അല്ലാണ്ട് ബോധപൂർവ്വം ആ കുട്ടി ചെയ്യാനുള്ള സാഹചര്യം തീർച്ചയായിട്ടും അവിടെ കാണുന്നില്ല. കാരണം സാഹചര്യങ്ങളിൽ നിന്ന് ഒരിക്കലും ആ കുട്ടി അയാളെ ഉപദ്രവിക്കാനുള്ള ഒരു പശ്ചാത്തലം എൻ്റെ അനുഭവത്തിൽ, എൻ്റെ പരിചയത്തിൽ എനിക്കങ്ങനെ ഒരിക്കലും തോന്നുന്നില്ല. ഇയാളുടേത് അഭിനയമാണ്. ഇയാളെന്തായാലും അതവിടെ CCTV ദൃശ്യങ്ങളുണ്ടല്ലോ, അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ സാധിക്കും. അതിനെപ്പറ്റി ഒന്നും അയാൾ മിണ്ടുന്നില്ല. അത് ഞാൻ പരാതി കൊടുത്തു പോലീസിൽ എന്ന് പറയുമ്പോൾ തൽക്കാലം അവിടെ നിന്നെങ്കിലും രക്ഷപ്പെടാൻ ഒരു പിന്നെ തന്ത്രം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു പിന്നെ എന്താ കുറേ സാഹചര്യങ്ങൾ മെനഞ്ഞെടുത്തു. സുഭാഷ് ബാബു സാർ, ഈ ഇത്തരത്തിലുള്ള സൈക്കോപാത്തുകൾ വേണമെങ്കിൽ അവരെ സ്വയം അവരെ ശരീരത്തിൽ മുറിവേൽപ്പിക്കും, അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. തീർച്ചയായിട്ടും. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ആ സമയത്തെ ഈ സ്വഭാവം കഴിഞ്ഞതിന് ശേഷം വെളിപാടുണ്ടാവുന്ന അവസരത്തിൽ രക്ഷപ്പെടാനാണ് പിന്നെ അടുത്ത പ്രവണത. സാധാരണ പലപ്പോഴും പ്രത്യേകിച്ച് ഇവരൊന്നും എവിടെയും പോണില്ല, അവിടെ തന്നെ അല്ലേ. അപ്പോൾ അവിടെ അവർക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ കട്ടിൽ മാറ്റിയിട്ടിട്ട് പറയുന്നത്, ഞാൻ അദ്ദേഹം പറയുന്നത് കേട്ടിരിക്കുന്നു, അതായത് 3 ആൾ പിടിച്ചാൽ മാറാത്ത കട്ടിലാണെന്ന്. അത് എത്ര ആഴ്ചയാലും ഒന്ന് താഴ്ന്നു തള്ളിയാലും മാറാത്ത കട്ടിലിൻ്റെ അതിൻ്റെ പൊസിഷൻ മാറ്റാതിരിക്കാൻ പറ്റുമോ? അതൊക്കെ അദ്ദേഹം പറയുന്നതിന് അർത്ഥശൂന്യമായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ അത് അർത്ഥശൂന്യമായിട്ട് അവിടെ മാസ്ക് കിടന്നു, കത്തി തന്നെ ഇയാൾ എടുത്തു എന്ന് ഒരു സമയത്ത് ഇയാൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ആ കത്തി അവിടെ കിടന്നു എന്ന് പറയുമ്പം ഇയാളുടെ കൈവശത്തിലുണ്ടാകുന്ന കത്തി അവിടെ വീണു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം ഉപദ്രവിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ മരണസമയം കെട്ടിത്തൂങ്ങിയാന്നൊക്കെ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും സുഭാഷ് ബാബു സാർ അതൊക്കെ അന്വേഷിക്കട്ടെ. ഞാൻ സത്യം പറഞ്ഞാൽ അമ്മ കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ സത്യത്തിൽ വിഷമമാണ് ഈ കാര്യങ്ങളൊക്കെ പറയാൻ. എന്നാലും നമ്മളിത് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകരൊക്കെ ആ കാര്യത്തിൽ അതേ അഭിപ്രായമാണ്. അമ്മ എന്നോട് പലരും ചോദിക്കുന്നതിന് അമ്മയെ ഇങ്ങനെ ഇരുത്തി വിഷമിപ്പിക്കണമോ എന്നാണ്. സത്യത്തിൽ ഇതൊരു നീതി ഉറപ്പാക്കേണ്ടത് കൂടിയല്ലേ. ഇനി അമ്മയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മകൾക്ക് ഇങ്ങനെ ഉണ്ടായ ഒരു അനുഭവത്തിൽ നീതി ഉറപ്പാക്കുക എന്നതാണ്. അതിന് ആ കുടുംബത്തിനൊപ്പം നിൽക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അമ്മ, എനിക്ക് 1-2 കാര്യങ്ങൾ കൂടി അമ്മയിൽ നിന്ന് അറിയാനുള്ളത്. ഈ സതീഷ് സ്വന്തം മകളോട് സതീഷിന് സ്നേഹം ഉണ്ടായിരുന്നു. ആ മകൾ ഇപ്പോൾ അമ്മയുടെ കൂടിയാണല്ലോ നിൽക്കുന്നത്, അല്ലേ? ഇല്ല, ആ കുട്ടി മോളോട് അത്ര, എൻ്റെ മൂത്ത അതുല്യയോട് കാണിക്കുന്നതിൻ്റെ 4-1 പോലെ ആ കുഞ്ഞിനോട് കാണിക്കുന്നില്ല. അവൻ സ്നേഹം കാണിക്കുന്നില്ല. ഒരിക്കൽ പോലും അതിനെ ഇങ്ങനെ വിളിച്ചിട്ടില്ല. യാദൃശ്യമായിട്ടെങ്ങാണോ മാസത്തിലൊരിക്കൽ ഒന്ന് വിളിക്കുന്നെങ്കിലേ ഉള്ളൂ. അത് കുഞ്ഞു തന്നെ പറയാം, അമ്മയെ അച്ഛൻ സ്നേഹിക്കത്തുള്ളൂ, എന്നെ സ്നേഹിക്കുന്നില്ല. അമ്മയെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാൽ ഈ വഴക്കടിച്ചിട്ട് സ്നേഹപ്രകടനം കാണിക്കുന്നുണ്ട്. അതത് കുഞ്ഞു കണ്ട് അത് പറയുന്നത്. അമ്മ, ഇപ്പോൾ ഈ ഒരു പ്രത്യേക സംഘത്തിനെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട് പോലീസിന്റെ ഈ കാര്യങ്ങളിലൊക്കെ അന്വേഷിക്കാൻ. അതിൽ അമ്മയ്ക്ക് പ്രതീക്ഷയില്ലേ? എൻ്റെ മോൾക്ക് നീതി കിട്ടണം, എനിക്ക് പ്രതീക്ഷയുണ്ട്. ഈ അഖില വിളിച്ചിരുന്നോ? അതുല്യയുടെ സഹോദരി അഖില അമ്മയെ ഇപ്പോൾ അടുത്ത ഏറ്റവും ഞാൻ ചോദിക്കുന്നത്, ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരിപ്പോൾ ഷാർജയിലാണല്ലോ ഉള്ളത്, ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ അമ്മയോട് പറഞ്ഞോ അഖില വിളിച്ചിട്ട്? ഇടയ്ക്കിടയ്ക്ക് 1-2 വട്ടം വിളിച്ചു മോള്. ഏതൊക്കെ ആവശ്യങ്ങൾക്ക് ID കാർഡിനും അതിനൊക്കെ കുഞ്ഞ് വിളിച്ചായിരുന്നു.
ശരി, ഞാൻ ഒരു ചെറിയ ഇടവേള എടുക്കുന്നു. ഞാൻ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. വളരെ വേഗം. ഡോക്ടർ സിജി രവീന്ദ്രൻ, ഈ സതീശൻ്റെ പല പെരുമാറ്റവും തമ്മിൽ പൊരുത്തപ്പെടാത്തതാണ്. അതായത് അയാൾ പകൽ ഓഫീസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ അയാൾ നിൽക്കുമ്പോൾ ഒരു പെരുമാറ്റമാണ്. അപ്പോൾ ഭാര്യയെ സ്നേഹിക്കുന്നു, ഭാര്യയെ കുഞ്ഞെന്ന് വിളിക്കുന്നു, പിന്നെ സ്നേഹപ്രകടനമാണ്. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മറ്റൊരു രൂപമാകും. അതും കഴിഞ്ഞ് മദ്യപിച്ച് കഴിഞ്ഞാൽ വേറൊരു രൂപമാകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതാ ഈ ദൃശ്യങ്ങളും നമുക്ക് കാണാം. അതിലെ മാങ്ങ തരും, മാങ്ങ തരൂ. ഡേ മാങ്ങ തരാം. അതില്ലേ മാങ്ങ എന്ത് മാങ്ങ പേരയ്ക്ക എടുക്കും. അതില്ല മോളെ, എന്തും മോളെ എത്ര വീഡിയോ അതില്ല, എത്ര വീഡിയോ മോളെ ബോറാ. നിനക്ക് ബോറാവുന്നില്ല? കഷ്ടമാണതില്ല. നീ എത്ര വീഡിയോ എടുത്തുക്കും? എന്ത് രസമാണ്, എന്ത് രസമുള്ള മൂക്കാണ്. നിനക്ക് തന്നെ ബോറാവുന്നില്ല? എത്ര വീഡിയോ എടുക്കുന്നേ? ഡോക്ടർ സിജി രവീന്ദ്രൻ, ഇതൊക്കെ ഒരു മദ്യപാനത്തിൻ്റെ അല്ലെങ്കിൽ അമിതമായി മദ്യപിച്ചതിൻ്റെ പുറത്ത് മാത്രമുള്ള അയാളുടെ പെരുമാറ്റ രീതികളാണോ? അതല്ല അയാളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന രോഗി ഉണരുന്നതാണോ? ഉറപ്പായിട്ടും എനിക്ക് അങ്ങനെയാണ് പറയാനുള്ളത്. കാരണം അത് ത്രൂ ഔട്ട് നമ്മൾ നോക്കിയാൽ മതി. ഈ വീഡിയോസും ഫോട്ടോസും കുട്ടി സംസാരിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും, ഫ്രണ്ടിനോട് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, അതും എല്ലാം കേൾക്കുമ്പോഴും നമുക്ക് അതാണ് മനസ്സിലാവുന്നത്. ഇത് ബിഗിനിങ് സ്റ്റേജിൽ തന്നെ ആ കുട്ടി ആദ്യം തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുവായിരുന്നെങ്കിൽ ഒരുപക്ഷെ രക്ഷപ്പെട്ടേനെ. കാരണം ആ ബിഗിനിങ് സ്റ്റേജില് ഈ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ബിഹേവിയറിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെങ്കിൽ ഈ കുട്ടിയുടെ ദേഹത്തെ ഈ വീഡിയോ കാണുമ്പോൾ പോലും നമുക്ക് വിഷമമാണ് തോന്നുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റിയില്ല. ഈ ഒരു നാർസിസിക് ബിഹേവിയറിനുള്ളിൽ ആ കുട്ടി ഒരു ട്രാപ്റ്റായി, ഒരു ലൂപ്പിലാണ് കുട്ടി പെട്ടിരിക്കുന്നത്. ആ ലൂപ്പിൽ നിന്ന് ആ കുട്ടിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ വരാത്ത രീതിയിൽ ഓരോ വർഷങ്ങളും ഓരോ ദിവസങ്ങളും കഴിയുന്നവരും കൂടി അത് വരികയും ചെയ്തു. അപ്പം ഇദ്ദേഹത്തിന്റെ ബിഹേവിയർ നമ്മൾ ഒന്നും നോക്കണ്ട. ഇന്നത്തെ ഇന്റർവ്യൂ ക്ലിയർ ആയിട്ടൊന്ന് കണ്ടാൽ മതി. അതിൽ തന്നെ ആ റോളർ കോസ്റ്റർ നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ ബിഹേവിയറിൽ. കാരണം എപ്പോഴും ആളിനെ ഒരു വ്യക്തിമായിട്ട് കാണാനും എന്നിട്ട് ആളിനെ സേഫ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കണ്ടന്റ് കൊണ്ടുവരാമോ ആ കണ്ടന്റ് കൊണ്ടുവരാൻ നോക്കും. അപ്പൊ ഇടയ്ക്കൊന്ന് കരയുന്നു, ആ കരഞ്ഞിട്ട് അടുത്ത മൊമെന്റ് ഞാനാണ് ഉപദ്രവിക്കപ്പെട്ടത്, അവളാണ് എന്നെ ഉപദ്രവിച്ചത്. പിന്നുള്ളൊരു കാര്യം, എനിക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, ഞാൻ എന്റെ HR ഓൾറെഡി ഇമെയിൽ അയച്ചു. വേറെ ഒന്നും ഈ കുട്ടിയുടെ വീഡിയോസ് കാണുന്നതിനും ഉപരി ഇന്ന് ലൈവായിട്ട്, അതായത് ഭാര്യ ഓൾറെഡി മരിച്ചു, ആ മരിച്ച ആളാണ് ഇന്ന് ഇരുന്ന ആളെ കുറിച്ച് ആളെ സേഫ് ആക്കാനുള്ള എല്ലാ പ്ലാനിങ്ങും ആളെ ചെയ്തു. അത് തന്നെ എന്റെ തെളിവാണല്ലോ. ഓരോ ദിവസവും ആളുടെ ഡ്യുവൽ ബിഹേവിയറിന്റെ ഒരു പുറകിലെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത്. ശരി, ഇനിയിപ്പോൾ ഡോക്ടർ, ഇനിയിപ്പോൾ എന്ത് മനോരോഗമാണെന്ന് പറഞ്ഞാലും അയാൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, മാനസിക പ്രശ്നം എന്നൊക്കെ പറഞ്ഞാലും ഇതിനകത്ത് എന്ത് നടന്നു, എന്താണ് ഈ മരണത്തിന് പിന്നിൽ സംഭവിച്ചത്, അതിൽ അയാളുടെ അയാളുടെ ഇടപെടൽ എത്രത്തോളം ഉണ്ട് എന്നത് ഒരു അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിലൂടെ തെളിയിക്കപ്പെടുകയും കോടതിയിൽ അത് ശിക്ഷിക്കപ്പെടുകയും ഈ അമ്മയ്ക്ക്, ആ കുടുംബത്തിനും അതുല്യ സ്നേഹിക്കുന്നവർക്കും മുന്നിൽ ആ നീതി ഉറപ്പാക്കപ്പെടുകയും വേണം. മിനി മാഡം, അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു ഇതൊരു കൊലപാതകമാണ് എന്ന് തന്നെയുള്ള ധാരണയിലായിരിക്കണം പോലീസിന്റെ അന്വേഷണം നടക്കേണ്ടത്. ഇതിന്റെ ഒരു പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്നൊക്കെ പറയുന്നത് വിദേശത്താണ്. അവിടുത്തെ ചില നിയമ നൂലാമാലകളൊക്കെ ഉണ്ടാകും. ഇവിടെ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളിൽ ഇനി ഒരു കരുതൽ ആവശ്യമാണ്? കാരണം ഇപ്പോൾ ഈ രോഗം അല്ലെങ്കിൽ ഇയാളുടെ മാനസിക നിലയിലെ പ്രശ്നം ഇങ്ങനെ തുടങ്ങി ഒരുപാട് ലൂപ്പ് ഹോൾസ് ഒരുപക്ഷെ ഈ കേസിൽ വരാൻ സാധ്യതയുണ്ടല്ലോ. എന്തൊക്കെ കാര്യങ്ങളിലാണ് പ്രത്യേകമായ കരുതൽ ആവശ്യമായിട്ടുള്ളത് നീതി ഉറപ്പാക്കാൻ? അത് എല്ലാവരും ഇയാൾ രോഗിയാണെന്ന് പറയുന്നത് ഗുണകരമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അയാൾ ഇന്ന് വന്ന് സംസാരിച്ചത് വളരെ കൃത്യമായിട്ട് ഇൻറ്റൻഷനലി അയാൾ എന്തോ ചെയ്തതായിട്ട് തന്നെയാണ് നമുക്ക് അത് ഫീൽ ചെയ്യുക. അയാൾക്ക് യാതൊരു തരത്തിലുള്ള സങ്കടമോ ഇമോഷണലായിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഒരാൾ കൊല ചെയ്താൽ തന്നെ സ്നേഹിക്കുന്ന ഒരാളോട് നമുക്കുണ്ടാവുന്ന ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു അബദ്ധവശാലാണ് ഒരാൾ ഒരു കൊല ചെയ്യുന്നത് എന്ന് വിചാരിക്കും. അങ്ങനെ ആവുമ്പോൾ അയാൾ ഇത്രയും സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അയാൾക്ക് ഉണ്ടാവേണ്ട ഈ ഒരു ഇമോഷണൽ സംവിധാനങ്ങളൊന്നും അയാളുടെ ഫേസിൽ നമ്മൾ കണ്ടിട്ടില്ല. അയാൾ ശരിക്കും അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അയാൾ സേഫാക്കി. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൈക്കോളജിസ്റ്റ് പറഞ്ഞതുപോലെ സംശയരോഗമാണ്, സംശയം. അയാൾ ഇപ്പോൾ ഈ TV-യിൽ ഇൻ്റർവ്യൂ തരുമ്പോൾ തന്നെ ആ സംശയത്തിൽ അയാൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്.
അപ്പം അതുകൊണ്ട് കൃത്യമായിട്ടും അവളില്ലാതായത് നന്നായി എന്നുള്ള ആ മെൻ്റൽ ഇതിൽ തന്നെയാണ് അയാൾ ഇന്ന് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ഇത് കൊലപാതകം എന്ന നിലയിൽ തന്നെയാണ് പോലീസ് അന്വേഷിക്കേണ്ടത്. എത്രയും പെട്ടെന്ന് ഷാർജയിലേക്ക് പോകാനും ഉള്ള തെളിവുകൾ അവിടെ നിന്ന് ശേഖരിക്കാനും, പിന്നെ ഒരുപാട് തെളിവുകൾ ഓൾറെഡി ഇപ്പം നേരത്തെ സുഭാഷ് സാർ പറഞ്ഞ പോലെ ഉണ്ട്. അത് അയാൾ പറഞ്ഞൊരു ആസ്പെക്റ്റ് ഉണ്ട്, അതും കൂടി വെരിഫൈ ചെയ്യാനാണ് ഷാർജയിൽ പോകേണ്ടത്. അതൊന്നും കൃത്രിമമായിട്ട് അയാൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അത് ഇവർ ചെല്ലുമ്പോൾ തന്നെ ഇവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. എത്രയാണ് എനിക്കതിൽ പറയാനുള്ളത്. മറ്റുള്ളത് അന്വേഷണത്തിൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ വേറെ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ലാത്ത കാര്യമാണ്. ശരി, അമ്മയ്ക്ക് എന്താണ് അമ്മയെ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള, എൻ്റെ മോൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല. അവൻ കൊന്നത് തന്നെ എൻ്റെ മോളെ. കാരണം എൻ്റെ മോള് പലവട്ടം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, അമ്മേ ഞാനില്ലാതെ വന്ന അയാൾ എന്നെ കൊന്നതാണെന്ന് വിചാരിച്ചോണം. അതെൻ്റെ പൊടിമോളോടും മെസ്സേജ് അയച്ചിട്ട് എൻ്റെ മോള് പറഞ്ഞിട്ടുണ്ട് പലതവണ, എൻ്റെ മോളെ അമ്മയില്ലാതെ വന്നാലും മോള് വിചാരിച്ചോണം അച്ഛൻ എന്നെ മോളെ അമ്മയെ കൊന്നതാന്ന്. അങ്ങനെ എൻ്റെ കുഞ്ഞിനോടും എൻ്റെ മോള് പറഞ്ഞിട്ടുണ്ട്, എന്നോടും പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ശരി, ശ്രീ ആൻ്റണി, ഇതിൽ ഇനിയിപ്പോൾ ഈ സംഭവത്തിൽ ഇനി കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ താങ്കൾക്ക് പറയാനുണ്ടോ? താങ്കൾ ഈ നേരത്തെ പറഞ്ഞൊരു അനുഭവം താങ്കൾ ഇതിനകത്ത് പങ്കുവച്ചു. അതെ, ഞാൻ പിന്നെ ഇന്നലെ തന്നെ ഈ സംഭവം അറിഞ്ഞ് രാവിലെ ഞാനും എൻ്റെ വൈഫും കൂടെ അവരെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് തന്നെ ഈ തുളസിബായിയുടെ ശബ്ദത്തിൽ നിന്നാണ് മനസ്സിലായ അതുല്യ മരിച്ചു എന്ന്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് അവൻ്റെ സതീശൻ്റെ ഫോൺ വരുന്നുണ്ട്. അപ്പം പിന്നെ ഈ അതുല്യയുടെ അച്ഛൻ ഫോൺ എടുത്തിട്ട് നീ എൻ്റെ മോളെ കൊന്നോടാ എന്നൊരു ചോദ്യം ചോദിച്ചതിന് ശേഷം അദ്ദേഹം കട്ട് ചെയ്ത് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ എന്നെ വിളിച്ചുവൻ. അപ്പോഴും ഞാൻ ഫോൺ എടുത്ത്, സതീശ നീ എന്താണ് ഈ കാണിച്ചത്? ഇതൊരു വലിയ ദുഃഖകരമായ വാർത്തയാണല്ലോ അവിടെ സംഭവിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അവൻ അവൻ്റേതായ രീതിയിൽ ന്യായീകരിക്കാനായിട്ട് അവിടെ ശ്രമിച്ചു. പപ്പ ഞാനൊന്നും ചെയ്തിട്ടില്ല, പിന്നെ അച്ഛനോട് പരാതിയാണ്, പിന്നെ അതുല്യമായിട്ട് ഞാൻ മനസ്സിലായിരുന്നു, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എന്നൊക്കെയുള്ള ന്യായീകരണങ്ങളാണ് അവൻ പിന്നെ അവിടെ ഫോണിൽ കൂടെ എന്നോട് സംസാരിച്ചത്. അപ്പം പിന്നെ എനിക്ക് നീ കൊന്നു എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, കാരണം ഞാനൊരു അയൽവാസി എന്ന് മാത്രമല്ല ഉള്ളൂ. അപ്പം അങ്ങനെ ഞാൻ ഏതായാലും ഈ കാര്യങ്ങളൊക്കെ ശ്രീ ആന്റണി താങ്കൾ പറഞ്ഞതുപോലെ അന്വേഷണത്തിലൂടെ കണ്ടെത്തട്ടെ. നമുക്ക് പറയാനുള്ളത് വിഭജിക, പിന്നെ കൂടെ 1.5 വയസ്സുകാരി മകൾ വൈഭവി, ഇപ്പോഴിതാ അതുല്യയും, ഇങ്ങനെ ഈ ഗാർഹിക പീഡനത്തിൽപ്പെട്ട് ഭർത്താവിൻ്റെയും ഭർത്തൃവീട്ടുകാരുടെയും ഒക്കെ പീഡനങ്ങളിൽപ്പെട്ട് മരണമടയുന്നവർ, ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന പെൺകുട്ടികൾ, അവരുടെ എണ്ണം നമ്മുടെ കേരളത്തിൽ വർദ്ധിക്കുന്നെങ്കിൽ അത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഇത്തരം കേസുകളിൽ ഇനി ജീവിച്ചിരിക്കുന്നവർക്ക്, ഉറ്റവർക്കും ബന്ധുക്കൾക്കും ഒക്കെ മാതാപിതാക്കൾക്കും ഒക്കെ നീതി ഉറപ്പാക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. ആ നീതി ഉറപ്പാക്കപ്പെടും എന്ന തരത്തിലേക്ക് ഇതിൻ്റെ അന്വേഷണങ്ങൾ മുന്നേറട്ടെ. അതോടൊപ്പം തന്നെ ഗാർഹിക പീഡനം സഹിച്ച് വീട്ടിൽ കഴിയേണ്ട ദുരവസ്ഥ ഈ കാലത്ത് ഒരാൾക്കുമില്ല, ഒരു പെൺകുട്ടിക്കുമില്ല. അവരെ രക്ഷിതാക്കൾ അവർക്ക് മാനസികമായ പിന്തുണയും ഉറപ്പും നൽകി നിയമത്തിൻ്റെ വഴിയിലൂടെ അവർ സ്വതന്ത്ര ലോകത്തേക്ക് നടന്നു വരാൻ പ്രാപ്തരാകട്ടെ. അതിനുവേണ്ട എല്ലാ പിന്തുണയും ഈ സമൂഹത്തിന് നൽകാൻ കഴിയട്ടെ. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.